അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇത് ചോദ്യം ബഷീർ സലഫിയോടാണ്. ബഷീർ സലഫിയോട് പറയുകയുണ്ടായി, ജബ്ബാർ മൗലവിയെ പറ്റി ആരോപിച്ചതാണ്. ജബ്ബാർ മൗലവി ജിന്നിനെ വിളിച്ച് തേടാൻ പറഞ്ഞിട്ടില്ല, ജിന്നിനോട് തേടണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ തേടേണ്ടതാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ശരിയാണ്. ഇവിടുത്തെ വിഷയം അതല്ല. ഒരാൾ ജിന്നിനോട് തേടിയാലും തേടിയില്ലെങ്കിലും ഒരിക്കലും തേടില്ല എന്ന് പറഞ്ഞാലും ശരി, വിഷയം കഴിയില്ല. അയാൾ വീണ്ടും ആ വിഷയത്തിൽ ശിർക്കിൽ തന്നെയായിരിക്കും. ഇവിടെ ജബ്ബാർ മൗലവി എന്താണ് പറഞ്ഞത്? ഒരു തേട്ടം, ജിന്നിനോടുള്ള ഒരു തേട്ടം എപ്പോഴാണ് ശിർക്കാകുന്നത്, എപ്പോഴാണ് ശിർക്കാകാത്തത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അദ്ദേഹം ഇവിടെ വിശദീകരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ വാദപ്രകാരം ഒരു വിഷമത്തിലാക്കപ്പെടുന്ന ഒരു മനുഷ്യൻ, അതെവിടെയാകട്ടെ, മരുഭൂമിയാകട്ടെ, വിജനപ്രദേശമാകട്ടെ, പുഴയാകട്ടെ, കടലാകട്ടെ, എവിടെയാകട്ടെ, അദ്ദേഹത്തിന് ഒരു സഹായം ആവശ്യമായി വരുന്നു. അങ്ങനെ വരുമ്പോൾ തന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നുണ്ടാകാമെന്ന് കരുതി ആ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ട ഒരു സഹായം തേടുകയാണെങ്കിൽ അതിൽ പ്രാർത്ഥനയില്ല, അഭൗതികതയില്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല, സൃഷ്ടി കഴിവിനപ്പുറം തേടലുമല്ല. അതുകൊണ്ട് അത് ശിർക്കുമല്ല, അത് പ്രാർത്ഥനയല്ല. ഇതാണ് ഇദ്ദേഹം പറഞ്ഞത്. അല്ലാതെ തേടണമെന്നോ തേടേണ്ടതാണെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ഈ പറഞ്ഞത് ശിർക്കാണ്, പച്ച ശിർക്കാണ്. അതാണ് വിഷയം. ഈ ശിർക്ക കാരണം മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നു പിശാചുക്കളോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കല്ലാത്ത ഒന്നും തന്നെ ഇല്ല. പ്രാർത്ഥന ആണെങ്കിൽ ശിർക്ക് എന്നല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണെങ്കിൽ ശിർക്ക് എന്നല്ല, അഭൗതിക എങ്കിൽ ശിർക്ക് എന്നല്ല, സൃഷ്ടി കഴിവിനപ്പുറം തേട് അങ്ങനൊന്നുമല്ല. തേടുന്നത് ജിന്നിനോടാണോ, തേടുന്നത് സഹായമാണോ, തേടുന്നത് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യ അഭൗതികമായ ജിന്നിനോടാണോ, എങ്കിൽ പ്രായപൂർത്തിയുള്ളവനാണ് ആ തേടുന്നതെങ്കിൽ അവന്റെ മനസ്സിലുള്ള വിശ്വാസം ജിന്നു പിശാചി എന്റെ വിളി കേട്ട് ഉത്തരം നൽകി സഹായിക്കണം എന്നുള്ള വിശ്വാസമാണ്. അങ്ങനെ ജിന്നു പിശാചുക്കൾ തന്റെ വിളി കേട്ട് സഹായിക്കുമെന്നുള്ള വിശ്വാസമാണ് ശിർക്ക്. അത് തേടിയില്ല എന്ന് പറഞ്ഞ കാര്യമില്ല. അപ്പൊ ശിർക്കായ ഒരു കാര്യം, ശിർക്കിൽ എന്നുള്ള വിശ്വാസവും ശിർക്കിന്റെ ഹുക്കുമ് പറയും. അതുകൊണ്ടാണ് ജബ്ബാർ മൗലവിയുടെ ആ എഴുത്ത് ശിർക്കാണെന്ന് പറയാനുള്ള കാരണം. അദ്ദേഹം പ്രാർത്ഥിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല, പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. അദ്ദേഹം ജിന്നു പിശാചുക്കളോട് നമ്മൾ തേടിയാൽ ശിർക്കല്ലാത്ത ഒരു ഇനണ്ടെന്ന് വിശ്വസിച്ചു. അതോടുകൂടി അദ്ദേഹം ശിർക്കിലകപ്പെട്ടു. കാരണം നമുക്ക് പ്രാർത്ഥനയാകാത്ത, ശിർക്കാകാത്ത ഒരു സഹായത്തേട്ടവും മനുഷ്യനെ സംബന്ധിച്ച് അത് ബോധ്യമായ ജിന്നുകളോടില്ല. അത് ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഉണ്ട് എന്ന് വിചാരിച്ചാലും ഇല്ല എന്ന് വിചാരിച്ചാലും, കഴിയിൽപ്പെട്ടതാണ് കഴിയിൽപ്പെടാത്ത ഒന്നും വിചാരിച്ചും കാര്യമില്ല. കാരണം എന്താ? നമ്മുടെ വിളി കേട്ട് ഉത്തരം നൽകി നമ്മൾ സഹായിക്കാൻ അവർക്ക് കഴിയില്ല. കഴിയുമെന്നുള്ള വിശ്വാസമില്ലാതെ തേടാനും പറ്റൂല. അപ്പൊ തേടിയാലും തേടിയില്ലെങ്കിലും ആ വിശ്വാസം വിധി പറയും. ഏത് വിശ്വാസം? ജിന്നു പിശാചുക്കളോട് തേടിയാൽ ശിർക്കല്ലാത്ത ഒരു ഇനണ്ടെന്നുള്ള വിശ്വാസം ജബ്ബാർ മൗലവിക്ക് ഉള്ളത് കൊണ്ട് തന്നെ ജബ്ബാർ മൗലവിയുടെ വിശ്വാസം ശിർക്കാണ്. അദ്ദേഹത്തിന് അത് ശിർക്കല്ല എന്ന് പറയാം, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശിർക്കാണ്. അതിൽ എന്താണ് ഇവിടെ നിങ്ങളുടെ വാദം? എന്താണ് ബഷീർ സലഫിയുടെ അഭിപ്രായം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ റഷീദ് കുറ്റിപ്പുറത്തിന്റെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം ഞാൻ കേട്ടു. അതിൽ ചോദ്യമല്ല, അദ്ദേഹം കുറച്ച് പ്രസംഗിക്കാണ്. മൂപ്പരെ ഗീർവാണം കേൾക്കേണ്ട ഗതികളിലാണ് നമ്മളുള്ളത്. എന്താ മൂപ്പരെ ചോദ്യം ഒന്നും അതിലില്ല. ഏതായിരുന്നാലും ആ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് നമ്മുടെ റഷീദിന്റെ പേഴ്സണൽ ബയോഡാറ്റ ഒന്ന് കലക്ട് ചെയ്തതാണ്. അത് കലക്ട് ചെയ്താൽ പ്രയാസമൊന്നുമില്ല. എല്ലാ ഗ്രൂപ്പിലും കയറിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചാണകം മെഴുകുന്ന പണിയാണ്, ജിന്നും ചെയ്ത്താനും പറഞ്ഞ് ചാണകം മെഴുകുന്ന ഒരു വ്യക്തിയാണ് ഈ റഷീദ് എന്ന് പറഞ്ഞാൽ. ഞാനും നല്ല കമ്പനിയാട്ടോ, പ്രശ്നമൊന്നുമില്ല. ഖുറാഫികൾ വെട്ടുന്ന സ്ഥലത്ത് പിന്നെ നല്ല കമ്പനിയൊക്കെയാണ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ജിന്നും ചെയ്ത്താനും പറഞ്ഞ് നാട് നശിപ്പിക്കുന്ന വൃത്തികെട്ട പരിപാടിയായിട്ട് ഈ മെഴുകി നടത്തുന്ന ആളാണ് റഷീദ്. അവനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ അവൻ മാത്രമാണ് ശരി, വേറുള്ളവരൊക്കെ തെറ്റുകാരാണ്. അപ്പൊ റഷീദിനെ സംബന്ധിച്ചുള്ള ഓന്റെ ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയുമ്പോൾ ഓൻ ആരാന്നും ജനങ്ങൾ അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് അവന്റെ തന്നെ ക്ലിപ്പ് കൊണ്ടുപോയിട്ട് ജനങ്ങളൊന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത് എൻ്റെ വോയിസാണ്. ഇത് സത്യം, ഇത് പ്രചരിപ്പിച്ചവര്, അതാണ് നമ്മളിത് നോക്കേണ്ടത്. ഇത് ഞാനൊരു ഗ്രൂപ്പിൽ അവരെ ഒന്ന് ആക്കി പറഞ്ഞ് അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഞാൻ വീട്ടിലൊരാൾ വന്നപ്പോൾ അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നത് പെട്ടെന്ന് അവിടെ നിർത്തി അവരോട് സംസാരിച്ച് നോക്കുമ്പോൾ ഗ്രൂപ്പ് എന്നെ റിമൂവ് ആക്കി. എനിക്കിത് ബാക്കി പറയാൻ പറ്റില്ല. ഇത് സത്യത്തിൽ ഈ വിഭാഗം, ഈ വിസ്ഡം വിഭാഗത്തിനെയും അതിനെ അനുകൂലിക്കുന്ന ഒരുപാട് ആളുകൾ KNM-ലുണ്ട്. ചില ഒരു ഗ്രൂപ്പുണ്ട് അങ്ങനെ. പേരിൽ KNM ആണ്, പക്ഷെ വിശ്വാസം മുഴുവനും വിസ്ഡത്തിൻ്റെയാണ്. ജിന്നുപിത്തേട്ടം മാത്രം അവരില്ല, ബാക്കിയെല്ലാം വിസ്ഡത്തിൻ്റെ വിശ്വാസമുള്ളവരുണ്ട്. അപ്പൊ അവർക്കെതിരെ പറഞ്ഞതാണ് ഞാൻ. അവർ ഈ ജിന്ന് ചികിത്സക്ക് KNM-ൽ ഒരുപാട് ആളുകൾ ജിന്ന് ഇറക്കാൻ നടക്കുന്നുണ്ടല്ലോ. റുക്കിയ ഷറിയ എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. ഞാൻ നേരിട്ട് കൊണ്ടുപോയി, എനിക്കറിയാം നേരിട്ട് പലതും. പക്ഷെ ഞാൻ നേരിട്ട് സായി തിരൂരങ്ങാടിയോടെ നേരിട്ട് ചെന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരുപാട് ആളുകൾ, അപ്പൊ നമ്മുടെ ഇടയിൽ ഒരുപാട് KNM-ന്റെ ആളുകൾ വിശ്വാസം ശരിയല്ലാത്തവരുണ്ട്. അപ്പൊ അവരെ പറ്റി പ്രതിപാദിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചതായിരുന്നു. പെട്ടെന്ന് അതൊരു മിനിറ്റിൽ നിന്നപ്പോൾ അതിന് കൂടുതൽ പിന്നെ അതിനെപ്പറ്റി പറയാൻ വന്നപ്പോൾ അതിന് ഗ്രൂപ്പിൽ നിന്ന് തന്നെ റിമൂവ് ആക്കി. എനിക്കത് പറയാൻ പറ്റില്ല. അതാണ് ഈ വിഷയം. പക്ഷെ ഇതിവിടെ പ്രചരിപ്പിക്കുന്നത് ആരാന്നറിയോ? KNM-കാരാണെന്ന് പറയുന്ന, എന്നാൽ KNM-ന്റെ എതിരാളികളായ കുറച്ച് ആളുകളുണ്ട്. KNM-ൽ നിന്നുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ആളുകൾ, തികഞ്ഞ ശിർക്കൻ വിശ്വാസമുള്ളവർ. നമുക്ക് അസുഖം തരുന്നവൻ പിശാചാണെന്ന് വിശ്വസിക്കുന്ന മുശ്രിക്കുകളെക്കാളും മോശം വിശ്വാസമുള്ള ആളുകൾ നമ്മുടെ KNM-ലുണ്ട്. അവരൊക്കെ എന്നോട് പലപ്പോഴും ശക്തിയായി വാദിക്കാം. ഞാൻ പറയാറുണ്ട്, അള്ളാഹു മാത്രമാണ് അസുഖം നൽകുന്നവൻ. അതിൽ അള്ളാഹ്ക്ക് ഒരു കൂറുകാരനും പങ്കുകാരനുമില്ല. ഈമാൻ കാര്യമാണ്, തെറ്റിപ്പോകും.
അള്ളാഹു ഒരാളും അള്ളാഹുവിൽ നിർബന്ധിതം ചെലുത്തൂല. ഒരാളുടെ പ്രവർത്തനം മൂലം അള്ളാഹ് നിർബന്ധിതനാകൂല. നമുക്ക് അസുഖം തരുന്നവൻ അള്ളാഹു ആണ്. അത് അള്ളാഹ് മുമ്പ് രേഖപ്പെടുത്തി വെച്ചതാണ്. അത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് അസുഖം വേണമെന്നുള്ളത് അള്ളാഹ് രേഖപ്പെടുത്തിയതാ. അതൊരു വിശ്വാസിക്ക് പുണ്യമാണ്, അവന്റെ പാപം പൊറുക്കാനുള്ളതാണ്. അവനെ അള്ളാഹു ഇരുമ്പിൽ നിന്നും തുരുമ്പ് നീക്കുന്നത് പോലെ അവനെ ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ഈ ലോകത്ത് തന്നെ പുറത്തു തന്നുകൊണ്ട് അള്ളാഹു പരലോകത്തേക്ക് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് കൊണ്ടുപോകുന്നതാണെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ഒരു അസുഖം വന്നാൽ നമ്മുടെ ഒരു മരത്തിൽ നിന്ന് പഴുത്ത ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ നമ്മുടെ അസുഖം, നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരും. അള്ളാഹ് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. കൂടുതൽ ഇഷ്ടപ്പെടുന്നവരെ കൂടുതൽ അള്ളാഹ് പരീക്ഷിക്കും. അപ്പൊ അസുഖം തരുന്നവൻ അള്ളാഹു മാത്രമാണ്. അതിൽ അള്ളാഹുവിന് ഒരു കൂറുകാരനും പങ്കുകാരനുമില്ല. അതൊരു വിശ്വാസിക്ക് പുണ്യവും പാപം പൊറുക്കാനുള്ളതും സ്വർഗം ലഭിക്കാനുള്ളതുമാണ്. അങ്ങനെ നമ്മുടെ പാപം പൊറുക്കാനും സ്വർഗം ലഭിക്കാനും പിശാചിനെ അള്ളാഹു ഒരിക്കലും കാരണമാക്കിയിട്ടില്ല. അള്ളാഹു പിശാചിനെ മുഴുവനും, പിശാചിനെ പറ്റി നമ്മളോട് സൂക്ഷിക്കണമെന്നും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണെന്ന് പറഞ്ഞുകൊടുത്ത് മുഴുവനും അവൻ നമ്മളെ വഴികേടിലേക്ക് കൊണ്ടുപോകുന്നതും നമ്മളെ വഴികേടിലേക്ക് നയിക്കുന്നതുമായ വിഷയമാണ്. നരകത്തിലേക്കും വിധേയത്തിലേക്കും നരകത്തേക്ക് കൊണ്ടുപോകത്തിക്കും. അല്ലെ, അള്ളാഹുവിനോട് കേട് കാണിപ്പിക്കുന്നവരാക്കി മാറ്റും. ശിർക്കിലും വിധേയത്തിലും ഹറാമിലേക്കും ആക്കി കൊണ്ടുപോകാം. ഇതിൽ നിന്ന് പേടിക്കാനും ഇതിൽ നിന്ന് അവനെ സൂക്ഷിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതാകട്ടെ നമുക്ക് സൂക്ഷിക്കാൻ അള്ളാഹു ഇഖ്തിയാറും തന്നിട്ടുണ്ട്. ഇതാണ് പിശാച്. അല്ലാതെ അള്ളാഹു ഒരിക്കലും പിശാച് നിങ്ങൾക്ക് ശാരീരിക ഉപദ്രവം വരുത്തും, അസുഖം വരുത്തും, അതുകൊണ്ട് നിങ്ങൾ പിശാചിനെ സൂക്ഷിക്കണേ, നിങ്ങളുടെ ശത്രുവാണേ എന്ന് ഒരു സ്ഥലത്തും അള്ളാഹ് പറഞ്ഞിട്ടില്ല. നേരെ തിരിച്ചാണ് പറഞ്ഞത്. അസുഖം വരുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് കൊണ്ട് നൽകുന്ന ഒരു പരീക്ഷണമാണ്. പക്ഷെ അവിടെ പിശാച് കടന്നു വരും കേട്ടോ. നമ്മൾ ഈ അള്ളാഹിന്റെ പരീക്ഷണം അള്ളാഹ് പറഞ്ഞല്ലേ, എത്രയോ ആയത്തുകളിലൂടെ നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ടൊക്കെ പരീക്ഷിക്കും, മുതൽ കൊണ്ടും പേടി കൊണ്ടും ഭയം കൊണ്ടൊക്കെ പരീക്ഷിക്കും, സന്താനങ്ങളെ കൊണ്ട് പരീക്ഷിക്കും. അവിടെയൊക്കെ നമ്മൾ പറയണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയണം. അവിടെ പിശാച് കടന്നു വന്നുകൊണ്ട് നമ്മളെ വഴികേടിലേക്കും ശിർക്കിലേക്കും ഹറാമിലേക്കും വിദഅത്തിലേക്കും അള്ളാഹുവിനെ പറ്റി നന്ദികേടിന്റെ വാക്ക് പറയിപ്പിക്കുന്നതിലൊക്കെ പിശാച് എന്ത് ചെയ്യും, ശ്രമിക്കും. അവിടെ നമ്മൾ പിശാചിനെ സൂക്ഷിക്കണം. അതാണ് പിശാച് ഇബാദ. അവിടെയാണ്. അല്ലാതെ അസുഖം തന്നെ ഈ ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങൾ, ഈ ലോകത്ത് കിട്ടുന്ന മുഴുവൻ പിശാചുക്കളും മുഴുവൻ ആളുകളും അതിന്റെ അനുയായികളും ഒക്കെ ഒരു ഭാഗത്തണി നിരക്കട്ടെ. എന്നിട്ട് നമുക്കൊരു അപകടം, ഒരു അസുഖം വരുത്താൻ, ഒരു ബുദ്ധിമുട്ട് വരുത്താൻ, ഒരു അപകടം വരുത്താൻ അവർ വിചാരിച്ചാൽ നടക്കുമോ? നടക്കൂല. ഇപ്പുറത്ത് നമ്മുടെ റബ്ബാണുള്ളത്. അപ്പൊ നമ്മുടെ റബ്ബിന്റെ അധികാരമാണത്. അതിൽ പങ്കാളികളെ ചേർക്കുന്നു വിസ്റ്റത്തിൽ മാത്രമല്ല KNM-ലും കുറച്ച് ആളുകൾ അങ്ങനെയുണ്ട്. KNM-ന്റെ പേരും പറഞ്ഞ് 2020 കുറച്ച് ആളുകൾ, ഇതിൽ ഫിത്തന ഉണ്ടാക്കാൻ നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവര് സൗദി അറേബ്യയിലും ഖത്തറിലും ഒക്കെ ഇരുന്നിട്ടാണ് ഈ പണി ചെയ്യുന്നത്. അതിൽ പല ആളുകളും കുടുങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, പാവങ്ങൾ കുടുങ്ങിയിട്ടുണ്ട്. പുതിയ മുജാഹിദുകളാണ് അവർക്ക് അറിയില്ല മുജാഹിദ് പ്രസ്ഥാനം എന്താണെന്ന്. ഈ മുജാഹിദ് പ്രസ്ഥാനം ഈ പിശാചും ജിന്നും പിശാചും കയറി അസുഖം ഉണ്ടാക്കുന്നെന്ന് പറയുന്നതിൽ നിന്ന് രക്ഷിച്ചെടുത്ത് നമുക്ക് അസുഖം തരുന്നവൻ അള്ളാഹു മാത്രമാണെന്നും അത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് രേഖപ്പെടുത്തി വെച്ചതാണെന്നും അത് നമുക്കൊരു പരീക്ഷണമാണെന്നും അതിൽ ഒരു പിശാചും വരുത്തുന്നതല്ലെന്നും അവിടെ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചികിത്സിക്കുകയും ക്ഷമിക്കുകയാണ് വേണ്ടതെന്നും അത് അള്ളാഹിന്റെ പൂർണ്ണ അധികാരമാണെന്നും അള്ളാഹ് ഇഷ്ടപ്പെടുന്നുകൊണ്ട് നൽകുന്നതാണെന്നും നമ്മുടെ പാപം പുറത്ത് കിട്ടാനുള്ളതാണെന്നും നമ്മളെ പഠിപ്പിക്കുന്നു. എന്നിട്ട് നബി തങ്ങൾ പഠിപ്പിക്കുന്നു. ലോകത്തുള്ള മുഴുവൻ പിശാചുക്കളും മുഴുവൻ സൃഷ്ടികളും ഒരു ഭാഗത്തണിയിരുന്നാലും നമുക്കൊരു ഉപദ്രവം വരുത്താൻ കഴിയില്ലെന്ന് പഠിപ്പിക്കുന്നു. ഇതൊക്കെ പഠിപ്പിച്ചിട്ട് നമ്മളിപ്പോൾ പിശാച് അസുഖം വരുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി വാദിക്കുന്ന ഒരുപാട് വിസ്റ്റം പോട്ടെ. അതിൻ്റെ കൂടെ മുജാഹിദുകൾ എന്നറിയപ്പെടുന്ന ചില ആളുകൾ, അതിന് ഗൾഫിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള അവിടെയുള്ള ചില പണ്ഡിതന്മാരെന്ന് പറയുന്ന സൗദിയിലും ബുറൈദിലും ദമാമിലും റിയാദിലും ഒക്കെ ഉള്ള കുറച്ച് ആളുകളും ഖത്തറിന്ന് 1-2 ഏതൊക്കെ ആളുകളൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഇതിലേക്ക് കയറി വന്ന ആളുകൾ, പുതിയ കുട്ടികളാ, അറിയില്ല അവർക്ക് മുജാഹിദ് പ്രസ്ഥാനം എന്താണെന്ന്, പഠിച്ചിട്ടില്ല അവര്. എന്നിട്ട് അള്ളാഹു ആണ് അസുഖം നൽകുന്നത്, അള്ളാഹുവിന് അതിൽ യാതൊരുവിധ കൂറും പങ്കില്ല എന്ന് പറഞ്ഞാൽ അപ്പം വരും പിശാച് അസുഖം തരും എന്ന് പറഞ്ഞുകൊണ്ട്. അള്ളാഹു കാക്കട്ടെ. മുജാഹിദ് പ്രസ്ഥാനത്തിൽ വീണ്ടും ഒരു ഫിത്തന ഇതാ പിശാച് കൊണ്ടുവന്നിരിക്കുന്നു. മുളയിലെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ വലിയ അബദ്ധമാണിത്. ജിന്നിനോട് തേടുന്നത് മാത്രമെന്നല്ല ഷിർക്ക്. ജിന്നിനോട് തേടിയാൽ ഷിർക്കാകാത്തുണ്ടെന്ന് വിശ്വസിക്കുന്നതിൽ ഒതുങ്ങില്ല ഷിർക്കിന്റെ വിശ്വാസം. പിശാച് നമ്മൾ അങ്ങനെയാ കൊണ്ടുപോകുക. ഒരു ജിന്നി തേട്ടം മാത്രമല്ലല്ലോ ഷിർക്കായിട്ടുള്ളത്. വിശ്വാസങ്ങൾ പഴിച്ചാലും ഷിർക്കിലേക്ക് പോകില്ലേ? എന്തൊരു കഷ്ടമാണിത്. എന്നിട്ട് പേടിച്ചിറക്കുക. പിന്നെ അതിന് എത്ര മുജാഹിദ് KNM-ൽപ്പെട്ട എത്ര ആളുകളാണ് ഈ ജിന്നിറക്കാൻ നടക്കുന്നതെന്ന് അറിയോ നിങ്ങൾ? വെറുതെ പറയുന്നതല്ല ഇതൊന്നും. ഇതൊക്കെ എന്തുകൊണ്ടായി പിഴച്ച വിശ്വാസം? ആരാ, എവിടുന്ന ഇവർക്ക് ഇത് കിട്ടിയത്? അള്ളാഹു കാക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ഈ പണി ചെയ്ത് നടക്കുന്നത്. അതായത് ഇവന്റെ മനസ്ഥിതി പ്രകാരം ലോകത്ത് ആരും നല്ലവരല്ല എന്ന് പറഞ്ഞാൽ അവൻ ഈ വാദിച്ചുകൊണ്ടിരിക്കുന്ന കേരള നദുവത്തുൽ മുജാഹിദീന്റെ ആളുകൾ പോലും അവന്റെ മുമ്പിൽ മുശ്രിക്കാൻ. ഇനി ആരാ മുശ്രിക്ക് അല്ലാത്തുള്ളത്? ആകപ്പാടെ മുജാഹിദുകളാണ് ഏറ്റവും നല്ലവല്ല ഇവന്റെ ദൃഷ്ടിയിൽ. KNM-കാരാണ് നല്ലത്. പക്ഷെ ആ KNM-ൽ തന്നെ വലിയൊരു വിഭാഗം ജിന്ന് ചികിത്സക്ക് പോകുന്നവരാണ്, റുഖിയ ശറിയ ചെയ്യുന്നവരാണ് എന്നാണ് ഇവന്റെ പ്രശ്നം. അതുകൊണ്ട് അങ്ങനെ റുഖിയ ശറിയ ചെയ്യുന്നവരൊക്കെ എന്താണ്? മുശ്രിക്കുകളാണ്. സാജിദിന്റെ അടുത്ത് പല ആൾക്കാരും KNM-മാർ പോയിട്ടുണ്ട്, ഓലൊക്കെ മുശ്രിക്കുകളാണ്. എന്താ മുശ്രിക്കാൻ കാരണം? മുശ്രിക്കാൻ എന്താ കാരണം? ജിന്ന് മനുഷ്യനിൽ രോഗമുണ്ടാക്കും എന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കായി. ഭയങ്കരമായ അഖീദാട്ടോ.
ജിന്ന് മനുഷ്യനിൽ രോഗമുണ്ടാക്കിയാൽ എന്തായി? മുശ്രിക്കായി. അങ്ങനെ കുറേ മുജാഹിദീങ്ങൾ, കേന്ദ്രമുകാരായ വലിയൊരു വിഭാഗം ആളുകൾ മുശ്രിക്കായി പോയിട്ടുണ്ട് എന്നാണ് ഇവന്റെ കണ്ടെത്തൽ. പിന്നെ അപ്പൊ നമ്മള് മുശ്രിക്കാവുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ഇതില്ലല്ലോ. അപ്പൊ ഇതാണ് ഇവന്റെ വാദം. ഈ വാദം എവിടേക്കാ എത്തുന്നത് അറിയങ്ങൾ? തനിച്ച ജഹ്മികളുടെ വാദമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹ് തരുന്നതാണ് എന്ന് വാദിക്കുന്ന ജഹ്മികളുടെ വാദം. അതായത് പിന്നെ മനുഷ്യൻ ഒരു എന്താണെന്നറിയാം, മനുഷ്യന്റെ കർമ്മങ്ങൾ എന്ന് പറയുന്നത് ഒരു കാറ്റത്താടുന്ന ഇല പോലെയാണ്. കാറ്റ് എങ്ങോട്ടാണോ അടിക്കുന്നത് ആ ദിശയിലേക്ക് ഇല പോയിക്കൊണ്ടിരിക്കും. ഒരു കാറ്റത്ത് ഒരു ഇല തൂക്കിയിട്ടാൽ അത് കാറ്റ് കയറ്റുന്ന പടിഞ്ഞാറോട്ട് അടിച്ചാൽ പടിഞ്ഞാറോട്ട് പോകും, പടിഞ്ഞാറിന് തെക്കോട്ട് അടിച്ചാലോ തെക്കോട്ട് പോകും. എന്നല്ലാതെ മനുഷ്യന് യാതൊരു കഴിവും കാര്യങ്ങളും ഇല്ല എന്ന് പറയുന്ന ജഹ്മിയുടെ വാദമാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. രോഗമുണ്ടാകുന്നത് എങ്ങനെയാണ്? ചില കാരണങ്ങൾ മുഖേനയാണ്. രോഗം മാറുന്നത് എങ്ങനെയാണ്? അതും കാരണങ്ങൾ മുഖേനയാണ്. അതിനാണ് കാര്യകാരണ നിയമം എന്ന് പറയാം. അപ്പൊ ഈ കാര്യകാരണങ്ങളെ അനുസരിച്ച് ഒരാള് ഒരു സംഗതി വിശ്വസിച്ചാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊക്കെ ശിർക്കാണ് എന്ന് പറയുന്ന ഇവന്റെ വാദം ദുനിയാവിൽ ആർക്കും ഇല്ലാത്ത, മുസ്ലിമീങ്ങൾക്കാർക്കും ഇല്ല, അഹ്ലുസുന്നത്തിൽ ശരണയപ്പെട്ട ഒരാൾക്കും ഇല്ലാത്ത സംഗതിയാണ്. ഉദാഹരണത്തിന് HIV എന്ന് പറയുന്ന വൈറസ് കൊണ്ടാണ് എയ്ഡ്സ് എന്ന് പറഞ്ഞ രോഗം ഉണ്ടാകുന്നത് എന്നർത്ഥം വിശ്വസിച്ചാൽ, HIV കൊണ്ട് രോഗമുണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മളെ റഷീദിന്റെ വീക്ഷണപ്രകാരം എന്താണെന്നറിയോ? മുശ്രിക്കായി. കാരണം HIV രോഗം ഉണ്ടാക്കാൻ പറ്റില്ല. HIV രോഗമുണ്ടാക്കാനേ കഴിയില്ല. പാരസെറ്റാമോൾ കുടിച്ചിട്ട് ഒരാൾക്ക് പനി മാറി എന്ന് പറഞ്ഞാൽ പാടില്ല. പാരസെറ്റാമോൾ കുടിച്ചപ്പോൾ എന്റെ പനി മാറി എന്ന് ഒരുത്തം പറഞ്ഞാൽ എന്താണ്? ശിഫയാക്കുന്ന അല്ലല്ലേ? അതുകൊണ്ട് പാരസെറ്റാമോൾ കുടിച്ച് രോഗം മാറി എന്ന് പറഞ്ഞാൽ മുശ്രിക്കായി. കാരണം പാരസെറ്റാമോളിനെ അള്ളാഹു തആല പങ്കുചേർത്തു. ഇവന്റെ അഖീദന്റെ കോലാണ് ഇപ്പതേ. ഇവനൊക്കെയാണ് ദുനിയാവിൽ ദീന് പറഞ്ഞ് നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇസ്ലാമിന്റെ ഒരു അഖീദയും ഒരു സംഗതിയും ഇയാൾക്കറിയില്ല, ഒരു വിവരവുമില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ ഇതൊക്കെ ലേശം വിശദീകരിക്കണം. അത് വെച്ച് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ പറയേണ്ട. അതോടായി പറഞ്ഞു. അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. അള്ളാഹു സബബുൽ അസ്ബാബാണ്. എല്ലാ സബബുകളുടെയും അപ്പുറത്തുള്ള സബബ് അള്ളാഹു റബ്ബുൽ ഇസ്സത്താണ്. അള്ളാഹുവാണ് രോഗം തരുന്നതിന്, അവനാണ് ശിഫയാക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആത്യന്തികമായി അവനാണെന്ന്. ആത്യന്തികമായി അള്ളാഹുവാണ് രോഗം നൽകുന്നവന് ശിഫയാക്കുന്നത്. വഹുവ യശ്ഫീൻ ഐദാ മരിൽതു വഹുവ യശ്ഫീൻ. അതേപോലെ തന്നെ ലലാലത്തും ഹിദായത്തും കൊടുക്കുന്നതാരാ? അതും അല്ലാഹ് തന്നെയാണ്. ലലാലത്ത് കൊടുക്കുന്നവരാണ് അള്ളയാണ്. യുളില്ലു മൻ യശാ വയഹ്ദി മൻ യശാ. അവൻ ഉദ്ദേശിക്കുന്നവന് ഹിദായത്ത് കൊടുക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവന് ലലാലത്ത് കൊടുക്കുന്നു. ഇത് ഈ പറഞ്ഞ അതേ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് ശൈത്താനെ പറ്റി പറഞ്ഞത്? എന്താ? അവൻ മനുഷ്യന്മാരെ വഴികേടിലാക്കുന്നതാണ്. ശൈത്താന്മാരെന്ത് ചെയ്യുന്നു? മനുഷ്യന്മാരെ വഴികേടിലാക്കുന്നു. അപ്പൊ അള്ളാഹു തആല വഴികേടിലാക്കുന്നവൻ അള്ളാഹു ആണെന്ന് അല്ല പറയാ. അതേ അല്ല തന്നെ ശൈത്താന്മാര് മനുഷ്യന്മാരെ വഴികേടിലാക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്നു പറയാൻ പറ്റുക? എന്താണ് ഈ പൊട്ടനീ പറഞ്ഞത്? അപ്പൊ അതേപോലെ തന്നെയാണ് അള്ളാഹു തആല ശൈത്താന്മാരെ കാരണമാക്കി. എങ്ങനെ? മനുഷ്യന്മാരെ വഴി പഠിപ്പിക്കാൻ. ശൈത്താനെ സൃഷ്ടിച്ചവരാണ്, അള്ളയാണ്. അപ്പൊ അത് വഴികേടിലാക്കുക എന്നുള്ള ഒരു നിയമം ഇവിടെ ഉണ്ട്. ആ നിയമം നടപ്പാക്കുന്ന ആരിലൂടെയാണ്? ശൈത്താന്മാരിലൂടെയാണ്. ശൈത്താന്റെ പ്രവർത്തനം വഴിയാണ് സംഭവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ശൈത്താൻ വലാലത്തിലാക്കി എന്ന് പറയാം. പാരസെറ്റാമോൾ കുടിച്ചിട്ട് സൂക്കേട് മാറി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാരസെറ്റാമോളിന് അള്ളാഹുവിനെ പങ്കാളിയാക്കുന്ന, ശൈത്താന്മാർ രോഗം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ശൈത്താന്മാരെ അള്ളാഹുവിൽ പങ്കാളിയാക്കുന്ന. അതിന്റെ അർത്ഥം അപ്പം പറയുന്നതാണ്. ശൈത്താന്മാർ രോഗം ഉണ്ടാക്കുന്നു പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കാളിയാക്കുന്ന. ശൈത്താന്മാരുടെ കാര്യത്തിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ കേട്ടോ, വേറൊന്നിനും പ്രശ്നമില്ല. ശൈത്താന് കേൾക്കുമ്പോൾ ശൈത്താൻ നൽകിയ ശൈത്താന് അല്ല. അപ്പൊ എന്താ അവനെ പറ്റി പറയാ? അള്ളാഹു തആല വ്യക്തമായി പറയുന്നു, അല്ലദീന യഅ്കുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബത്തു ശൈത്താനു മിനൽ മസ്സി. പലിശ മുതൽ തിന്നുന്നവനായ ഒരാൾ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അരികിൽ വരുമ്പോ എഴുന്നേൽക്കൂല. ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബത്തു ശൈത്താനു മിനൽ മസ്സി. ശൈത്താൻ ബാധ ഏൽപ്പിച്ച് അവൻ മറിച്ചു വീഴ്ത്തുന്നവനായ ആൾ എഴുന്നേൽക്കുന്നവനെ പോലെ അല്ലാതെ. അപ്പൊ ദുനിയാവിലുള്ള ഒരു കാര്യമാണ്. പരലോകത്ത് ഇങ്ങനെ ഒരു സംഭവം വരാണ്ടെന്ന് ദുനിയാവിൽ അള്ളാഹു തആല പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? മനുഷ്യന്മാർക്ക് തിരിയുന്ന ഭാഷയെ പറഞ്ഞാണ്. അങ്ങനെ എണീക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അങ്ങനെ പറ്റൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു കാര്യം ദുനിയാവിൽ നടക്കുന്നുണ്ട്, ശൈത്താന്റെ വയ്യാൽ നടക്കുന്നുണ്ട്. അപ്പൊ ശൈത്താൻ ചെയ്യുന്ന പണിയാണത്. അങ്ങനെ ശൈത്താന് വഴികേടിലാക്കാൻ പറ്റും, ശൈത്താന് ഫിത്തന ഉണ്ടാക്കാൻ പറ്റും, ശൈത്താന് മറിച്ചു വിത്താൻ പറ്റും, ശൈത്താൻ രോഗം ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് അള്ളാഹു തആല പറഞ്ഞതാണ്. അള്ളാഹു തആല പറഞ്ഞ അക്കാര്യം അങ്ങനെ ഉണ്ട് നിർത്തം വിശ്വസിച്ചാൽ റഷീദിന്റെ ഭാഷ പ്രകാരം എന്തായി? മുശ്രിക്കായി. ഇനിയിപ്പോ ആരപ്പം ദുനിയാവിൽ മുശ്രിക്ക് അല്ലാത്തവനുള്ളത്? റഷീദ് അല്ലാത്ത ദുനിയാവിൽ ആരെങ്കിലും മുശ്രിക്ക് അല്ലാത്ത ഒരുത്തനെ കാണിച്ചു തരാൻ പറ്റുമോ? മുജാഹിദീങ്ങൾ മുഴുവൻ മുശ്രിക്കുകൾ. കാരണം എന്താ? റുഖിയ ശറയ്യ ചെയ്യുന്നു. എന്നാൽ ഈ റുഖിയ ശറയ്യയെ സംബന്ധിച്ച് എന്താണ് വില നേതാവ് എഴുതി വെച്ചത്? വില പ്രസിദ്ധീകരണം എഴുതി വെച്ച എന്താണ് തൊട്ടുമേനങ്ങൾ വായിച്ചു. KM മൗലവിയുടെ ഫത്വ ഞാൻ വായിച്ചുതരാം. അതിന് മുമ്പ് KC മുഹമ്മദ് മൗലവി മാറഞ്ചേരി അൽമനാർ എന്ന് പറയുന്ന കേരള നേതൃത്വ മുജാഹിദീന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൽ എഴുതിയതാ മോളെ ഞാൻ വായിക്കുന്നത്. ഞാൻ രണ്ടാമത് വായിക്കില്ല. അതെന്താണ്? പിശാച് ബാധ ഏറ്റിട്ട ഒരാൾക്ക് രോഗം വന്നിട്ട് മാറുന്നില്ല, ഒരു ചികിത്സ ചെയ്തിട്ട് മാറുന്നില്ല. അപ്പൊ എന്താ? പിശാച് ബാധയാണെന്ന് സംശയിക്കാം. എന്നിട്ട് അതിനെന്താ പരിഹാരം? പിശാച് ബാധ ഏറ്റു കഴിഞ്ഞാൽ ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, വേറൊരു പരിഹാരമില്ല. അതെന്താണ്? റുഖിയ ശറയ്യ നടത്തുക. അത് സ്വയം ചെയ്യാവുന്നതാണ്. എന്നെ സ്വന്തം ചെയ്തിട്ട് മാറുന്നില്ല എങ്കിൽ, അതിന് പറ്റുന്നില്ല എങ്കിൽ അത് ചെയ്യുന്നവരടുത്ത് പോയിട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യാവുന്നതാണ് എന്ന് എഴുതി വെച്ചില്ലേ?
അപ്പൊ ഈ പോകുന്നവരും ഈ ചെയ്യുന്നവരും ഒക്കെ ശൈത്താൻ ബാധയും പിശാച് ബാധയും ഏറ്റിട്ട് പോകുന്നവരൊക്കെ മുശ്രിക്കായോ? എന്താ അവിടെ KNM നിലപാട്? KNMന്റെ നിലപാടല്ലെങ്കിലും നിൽക്കുന്ന ഒരു ചങ്ങായാണ്ടവനെ ഈ പറഞ്ഞുള്ള പ്രസിദ്ധീകരണങ്ങളൊന്നും പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാത്ത ഇവനോട് എന്ത് സംസാരിക്കാനാണ്? ഒരു ഉസൂലിയായ ഒരു പുണ്ണാക്കും തിരിയാത്ത ഇങ്ങനെയുള്ള ആളുകൾ, ഇവരൊക്കെയാണ് വലിയ ചോദ്യക്കാരനും വലിയ ആളും. ഇവനപ്പം മെഴുകി നടക്കുന്നത്. ഇവനെപ്പറ്റി ഞാൻ പറയുന്നില്ല, ദേശാദ്യം പറയാനുണ്ട്. പക്ഷെ ഞാൻ ഈ ഗ്രൂപ്പിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ എന്നെ പിരാകുന്നുള്ളതുകൊണ്ടാണ്. ആ ബേജാർ ജനങ്ങളെ പേടിച്ചിട്ടാണ്. പിന്നെ അള്ള ആ കാര്യത്തിൽ ഒന്നും ചെയ്യില്ല, എനിക്കറിയാം. കാരണം ഞാൻ ദീനനുസരിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ദീനിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. പക്ഷെ ജനങ്ങളെ സംബന്ധിക്കുന്നില്ല, ഒരു ഇളകി പുറപ്പെടും. അതുകൊണ്ട് ഞാൻ തൊള്ളവട അടക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെയാണ് അവന്റെ പേഴ്സണൽ ബയോഡാറ്റ, അവന്റെ ആദർശപരമായ ബയോഡാറ്റ. തനിച്ച ജഹ്മിയത്തിന്റെ വാദമായി നടക്കുന്ന ഇവനാണ് ചോദ്യം ചോദിക്കാൻ വന്നത്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 2007 ഏപ്രിൽ മാസം വന്നിട്ടുള്ള അൽ ഇസ്ലാഹ് എന്ന് പറയുന്ന മാസിക, അതിൽ അബ്ദുൽ ജബ്ബാർ മൗലവി, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്ന് പറയുന്ന ചങ്ങാതിക്ക് എഴുതിയിട്ടുള്ള മറുപടിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എല്ലാവരും ഒന്ന് വായിക്കുക അത്യാവശ്യമാണ്. വിമർശിക്കുന്ന കവിതകളൊന്നും ഇത് വായിച്ചിട്ടേ ഉണ്ടാവില്ല, കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. മനസ്സിലേ? ഈ റഷീദിനെ പോലെ ചങ്ങായിമാർ ഇത് വായിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല. ഞാൻ ആകെപ്പാടൊരു വരിയെ വായിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് സത്യാന്വേഷികളായ ആളുകൾ ഈ ലേഖനം എഴുതാനുണ്ടായ പശ്ചാത്തലം എന്ത്, സാഹചര്യം എന്ത്, അതൊക്കെ അത് വായിച്ചാൽ കിട്ടും. ഇനി അതിൽ നിന്ന് രാത്രിയുടെ ഇരുൾ തടയുന്ന ഒരാൾ ഒരു ശബ്ദം കേൾക്കുന്നു എന്ന് പറയുന്ന വാചകമാണ് ഇവരെടുത്ത് ഉദ്ധരിക്കാൻ. അതിന്റെ താഴെയും മേലെയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിഷ്പക്ഷമായി എല്ലാവരും ഒന്ന് വായിക്കുക. എന്നിട്ട് വേണം ഇത് വെച്ചുകൊണ്ട് റഷീദ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് മറുപടി പറയാൻ. ഇതൊക്കെ വായിച്ചാൽ കഴിയുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യം ഞാൻ വിശദീകരിച്ചു തരാം. അപ്പൊ ഇതിൽ ഒരു ഇൽത്തിബാസും ഒരു ആശയക്കൊപ്പത്തും ഒരു പഴുതും ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മുടെ റഷീദിന്റെ ഞാനിവിടെ ടാഗ് ചെയ്തിട്ടുള്ള ഈ വോയിസിൽ ചോദ്യങ്ങളില്ല. അവന് കുറെ ഇൽത്തിബാസാത്തുകൾ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ള ഓൻ്റെ ഒരു വിശദീകരണമാണ്. ഓൻ്റെ ഒരു സ്വന്തമായ ഓൻ്റേതിൽ നിന്നുണ്ടായിട്ടുള്ള ചില വിശദീകരണങ്ങളാണ്. അതിന് ഇൻഷാ അല്ലാഹ് ഞാനത് A to Z മറുപടി പറയാൻ പോകാം. ഇസ്ലാഹിലെ ലേഖനം എന്താണ്, അതിൽ പറഞ്ഞ സംഗതി എന്താണ്, അതൊക്കെ വിശദമായിട്ട് ഞാൻ ചർച്ച ചെയ്യാൻ പോവാണ്. അതൊന്നും 2, 3 വോയിസിലൊന്നും നിൽക്കില്ല. മനസ്സിലായില്ലേ? അത് ജനങ്ങളാണ് പഠിപ്പിക്കും. ഞാൻ അത് കേൾക്കുന്നവരായ ആൾക്ക് ഇനി മേലിൽ ഒരു ഡൗട്ടും ഇല്ലാത്ത വിധം അത് കംപ്ലീറ്റ് വിശദീകരിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ റഷീദിനോട് ഒരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തിന് മാത്രം റഷീദ് മറുപടി പറഞ്ഞാൽ മതി. റഷീദ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം പ്രതികരിക്കേണ്ടതില്ല. റഷീദിൽ നിന്നും ഞാൻ എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷിക്കുന്ന കാര്യം അവസാന നിമിഷത്തിൽ ഞാൻ പറയും. അത് ഒരൊറ്റ വോയിസിലിട്ടും ആ വോയിസിനെ മാത്രം ടാഗ് ചെയ്തുകൊണ്ട് റഷീദ് സംസാരിച്ചാൽ മതി എന്ന് മാത്രം ഇവിടെ പറയാം. എന്നിട്ട് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയും. ഇനിയിപ്പോൾ റഷീദ് പറഞ്ഞ ചോദ്യം എന്താണ്, അവൻ്റെ വർത്താനം എന്താണ്, അത് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കാം. റഷീദിന്റെ വോയിസിന്റെ ആധാരം ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പാണ്. മർഹൂം അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമഹുല്ല അദ്ദേഹം ഈ വിവാദപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ്. ആ വിശദീകരിക്കാനുള്ള കാരണം എന്താണ്, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ആളുകൾ എന്ന പേരിൽ TP അബ്ദുള്ള കോയ മദനി മുതൽ ഇങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് അനീഫ് കായക്കൊടി, അനസ് മുസ്ലിയാർ, നാസർ സുല്ലമി, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളെയും, അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ സലഫി, ഇങ്ങനെ തുടങ്ങി പേജും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാവുകയില്ല, ജിന്നിനോട് തേടിയാൽ ശിർക്കാവുകയില്ല, ജിന്നിനോട് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കുന്നതുകൊണ്ട് വിരോധമല്ല എന്ന നിലക്ക് ഇസ്ലാഹിൽ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതി എന്ന നിലക്ക് സ്റ്റേജും പേജും ഉപയോഗിച്ച് പ്രചരിപ്പിച്ചു. അതിവിടെ ഉണ്ടായൊരു സംഭവമാണ്. അതിന് ആധാരം എന്താണ്? ഇസ്ലാഹിലെ 2007 ഏപ്രിൽ മാസത്തിൽ ഇറങ്ങിയിട്ടുള്ള ഇസ്ലാഹിലെ ലേഖനമാണ്. ഇതിങ്ങനെ വർഷങ്ങളോളം പ്രചരിപ്പിച്ചപ്പോൾ അബ്ദുൽ ജബ്ബാർ മൗലവി അതിന് മറുപടിയും പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറുപടിയുടെ ക്ലിപ്പാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അതിന്റെ തുടക്കം മുതലേ, അതായത് ഈ വിവാദം ഉണ്ടാകുന്ന തുടക്കം മുതലേ അദ്ദേഹം പറഞ്ഞു, ജിന്നിനോട് തേടാമെന്നോ തേടേണ്ടതാണ് എന്നോ ഒരു വാദം എനിക്കില്ല. ജിന്നിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ മുശ്രിക്കാണ് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. എന്തിനാണ് ഞാൻ ആ ലേഖനം എഴുതിയിട്ടുള്ളത്? ഒരു തേട്ടം പ്രാർത്ഥനയാകുന്നതെപ്പോൾ, പ്രാർത്ഥനയാകാതിരിക്കുന്നതെപ്പോൾ എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ആ ലേഖനം എഴുതിയിട്ടുള്ളത് എന്നാണ് ആ ക്ലിപ്പിൽ പറയുന്നത്. ആ ക്ലിപ്പ് ഇപ്പൊ റഷീദ് കൊണ്ടുവന്നിട്ടിട്ട് പറയാണ്, എന്താ അവന്റെ വാദം എന്നറിയാം? ശരിയാണ്, അബ്ദുൽ ജബ്ബാർ മൗലവി അതിൽ ജിന്നിനോട് തേടണമെന്നോ തേടേണ്ടതാണ് എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല, അത് ശരിയാണ് എന്നിപ്പോ റഷീദ് സമ്മതിച്ചു. ചോദ്യം ബഷീർ സലഫിയോടാണ്. ബഷീർ സലഫിയോട് പറയുകയുണ്ടായി, ജബ്ബാർ മൗലവിയെ പറ്റി ആരോപിച്ചതാണ്. ജബ്ബാർ മൗലവി ജിന്നിനെ വിളിച്ച് തേടാൻ പറഞ്ഞിട്ടില്ല, ജിന്നിനോട് തേടണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ തേടേണ്ടതാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ശരിയാണ് അല്ലേ? റഷീദ് സമ്മതിച്ചു. ഞാൻ തിരിച്ചു ഒന്ന് ചോദിക്കട്ടെ,
റഷീദ് സമ്മതിച്ച സ്ഥിതിക്ക് ഇത് നിങ്ങളെ സംഘടനക്കാരെല്ലാം സമ്മതിച്ചതാണ് എങ്കിൽ നിങ്ങൾ എഴുതിയ ജബ്ബാർ മൗലവിയെ കുറിച്ച് എഴുതിയതും പറഞ്ഞതും പിൻവലിക്കുമോ? അതിൽ നിങ്ങൾ ആണത്തുണ്ടെങ്കിൽ, മര്യാദ ഉണ്ടെങ്കിൽ, മാന്യത ഉണ്ടെങ്കിൽ, അന്തസ് ഉണ്ടെങ്കിൽ മനുഷ്യന്മാരാണെങ്കിൽ ചെയ്യേണ്ടത്. മുസ്ലിമൊക്കെ പോട്ടെ, ഒരു മുസ്ലിം എന്നുള്ള പരിഗണന വിട്ടിട്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ മനുഷ്യനെ സംബന്ധിച്ച് സ്റ്റേജും പേജും ഉപയോഗിച്ചുകൊണ്ട് ഇക്കാലം വരെയും പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ള കാര്യം തെറ്റായിരുന്നു, അത് ശരിയല്ലായിരുന്നു എന്ന് നിങ്ങൾ ഇനി മേലിൽ സമ്മതിക്കുമോ? അത് നിങ്ങൾ സമ്മതിക്കാതെ റഷീദ് ഇവിടെ വന്നിട്ട് വിളമ്പിയിട്ട് കാര്യമുണ്ടോ? അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, എങ്ങനെ തന്നെയാണ്, തേടണമെന്നോ തേടേണ്ടതാണെന്നോ എനിക്ക് വാദമല്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞതോ പ്രചരിപ്പിച്ചതോ തേടണമെന്ന് പറഞ്ഞിട്ടുണ്ട്, തേടാമെന്ന് പറഞ്ഞിട്ടുണ്ട്, തേടിയാൽ ശിർക്കാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ ഇതുവരെ പ്രചരിപ്പിച്ചതിന്റെ വിധി എന്താണ്? അത് കളവാണോ, അത് തോന്നിവാസമാണോ, അതോ തമ്മാടിത്തമാണോ? എന്താണ് നിങ്ങൾ ചെയ്തത്? അതിന് നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട്. ഒന്നാമത്തെ വിഷയം, നിങ്ങൾ അങ്ങനൊന്നും ഞങ്ങൾ വെറുതെ വിടൂല. ഇനി റഷീദ് സംബന്ധിച്ച രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ സംബന്ധിച്ച നിങ്ങൾ കേട്ടു, ഇനി രണ്ടാമത്തെ സംബന്ധം എന്താ അറിയോ? ജബ്ബാർ മൗലവി ആ ലേഖനം എഴുതിയത് ഒരു അർത്ഥന എപ്പോഴാണ് ശിർക്കാവുക, എപ്പോഴാണ് ശിർക്കാവാതിരിക്കുക എന്നത് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അത് അദ്ദേഹത്തിന്റെ വോയിസിലുണ്ട്. ഇവിടെ ജബ്ബാർ മൗലവി എന്താണ് പറഞ്ഞത്? ഒരു തേട്ടം, ജിന്നിനോടുള്ള ഒരു തേട്ടം എപ്പോഴാണ് ശിർക്കാകുന്നത്, എപ്പോഴാണ് ശിർക്കാകാത്തത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അദ്ദേഹം ഇവിടെ വിശദീകരിക്കുന്നത് മനസ്സിലേ എന്താണ്? ഒരർത്ഥന, ഒരു തേട്ടം എപ്പോഴാണ് പ്രാർത്ഥനയാവുക, എപ്പോഴാണ് ശിർക്കാവുക എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയാണ്, അത് വിശദീകരിക്കുവാൻ വേണ്ടിയാണ് ജബ്ബാർ മൗലവിയുടെ ലേഖനം. അല്ലാതെ ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാകുമോ ശിർക്കാവുകയില്ലേ എന്ന കാര്യം ചർച്ച ചെയ്യാനല്ല. ഇങ്ങനെയാണ് ഓരോരോ ആൾക്കാർ ഹക്ക് വെളിവായാലും ഇങ്ങനെയാണ്. ഇപ്പൊ റഷീദ് പറഞ്ഞോണ്ട് നമുക്ക് ഈ ഹക്ക് വെളിവായില്ലേ? എന്താണ്? ശരിക്കും കേൾക്കണം, അദ്ദേഹത്തിന്റെ വാചകം ശരിക്കും നിങ്ങൾ കേൾക്കണം. ഒരു അർത്ഥന പ്രാർത്ഥനയായി തീരുന്നത് എപ്പോൾ, പ്രാർത്ഥനയാകാതിരിക്കുന്നത് എപ്പോൾ എന്ന് സ്ഥാപിക്കലാകുന്നു ജബ്ബാർ മൗലവിയുടെ ലക്ഷ്യം. അല്ലാതെ ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റുകയില്ലേ എന്ന കാര്യം ചർച്ച ചെയ്യാനുള്ളതല്ല എന്നതും റഷീദ് സമ്മതിച്ചു. അൽഹംദുലില്ലാ. ഇനിയുള്ള എന്താ അദ്ദേഹത്തിന് പറയാനുള്ളത്? സഹായം ആവശ്യമായി തീരുന്ന ഒരാൾ തന്റെ ശബ്ദപരിധിയിൽ ജിന്നുണ്ടാകുമെന്നു കരുതി അതിന്റെ കഴിവിൽപ്പെട്ടത് തേടിയാൽ പ്രാർത്ഥനയാകില്ല, ശിർക്കാകില്ല എന്ന് ജബ്ബാർ മൗലവി പറഞ്ഞതാണ് പ്രശ്നം. അദ്ദേഹത്തിന്റെ വാദപ്രകാരം ഒരു വിഷമത്തിലാക്കപ്പെടുന്ന ഒരു മനുഷ്യൻ, അതെവിടെയാകട്ടെ, മരുഭൂമിയാകട്ടെ, വിജനപ്രദേശമാകട്ടെ, പുഴയാകട്ടെ, കടലാകട്ടെ, എവിടെയാകട്ടെ, അദ്ദേഹത്തിന് ഒരു സഹായം ആവശ്യമായി വരുന്നു. അങ്ങനെ വരുമ്പോൾ തന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നുണ്ടാകാമെന്ന് കരുതി ആ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ട ഒരു സഹായം തേടുകയാണെങ്കിൽ അതിൽ പ്രാർത്ഥനയില്ല, അഭൗതികതയില്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല, സൃഷ്ടി കഴിവിനപ്പുറം തേടലുമല്ല, അതുകൊണ്ട് അത് ശിർക്കുമല്ല, അത് പ്രാർത്ഥനയല്ല. ഇതാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇതാണ് പറഞ്ഞത്, അല്ലാതെ തേടണമെന്നോ തേടേണ്ടതാണെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ഈ പറഞ്ഞത് ശിർക്കാണ്, പച്ച ശിർക്കാണ്. ഒരാളുടെ ഏതെങ്കിലും സൃഷ്ടിയുടെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ, തേടിയാൽ അത് പ്രാർത്ഥനയാകില്ല എന്നതാണ് ജബ്ബാർ മൗലവി പറഞ്ഞത്. പക്ഷെ പറഞ്ഞത് തന്നെ എന്താണ്? അത് തന്നെ ശിർക്കാകുന്നു എന്നാണ് ഇപ്പോ ആര് കണ്ടുപിടിച്ചത്? നമ്മളെ ഈ പറയുന്ന റഷീദ് എന്ന് പറയുന്ന മഹാവിദ്വാൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. മഹാവിദ്വാൻ തന്നെയാണ്, ഭയങ്കര വിദ്വാനാണ്. ഇത് ശിർക്കാകുന്നു. എന്താ ശിർക്കാകാൻ കാരണം? ശിർക്കാകാൻ എന്താ കാരണം? മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യ അഭൗതികമായ ജിന്ന് പിശാചുക്കളോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കല്ലാത്ത ഒന്നുമില്ല. കാരണം മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നു പിശാചുക്കളോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കല്ലാത്ത ഒന്നും തന്നെ ഇല്ല. പ്രാർത്ഥന ആണെങ്കിൽ ശിർക്ക് എന്നല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണെങ്കിൽ ശിർക്ക് എന്നല്ല, അഭൗതിക എങ്കിൽ ശിർക്ക് എന്നല്ല, സൃഷ്ടി കഴിവിനപ്പുറം തേട് അങ്ങനൊന്നുമല്ല. തേടുന്നത് ജിന്നിനോടാണോ, തേടുന്നത് സഹായമാണോ, തേടുന്നത് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യ അഭൗതികമായ ജിന്നിനോടാണോ എങ്കിൽ പ്രായപൂർത്തിയുള്ളവനാണ് ആ തേടുന്നതെങ്കിൽ അവന്റെ മനസ്സിലുള്ള വിശ്വാസം ജിന്ന് പിശാചിന്റെ വിളി കേട്ട് ഉത്തരം നൽകി സഹായിക്കണം എന്നുള്ള വിശ്വാസമാണ് എന്നാണ് ഇപ്പോൾ കണ്ടത്. ഇതൊക്കെ എവിടെന്നാ അവന് കണ്ടതെന്നറിയില്ല. ഏത് ഇബ്ലീസിന്റെ കിതാബ് എന്നാണ് ഈ ചങ്ങായി ഇത് കണ്ടതെന്നറിയില്ല. മനസ്സിലായില്ലേ? എന്താ പറയുന്നത്? ജിന്നിനോട് എന്ത് ചോദിച്ചാലും ശിർക്കാകുന്നു. കാരണം എന്താ? മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോടോ ഏതെങ്കിലും പിശാചുക്കളോടോ മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കല്ലാത്തതൊന്നുമില്ല എന്ന് വെച്ചാൽ റഷീദ് ഇപ്പൊ വീടിന്റെ പുറത്ത് എവിടെങ്കിലും പോയി നിൽക്കുകയാണ്. റഷീദിന്റെ പെണ്ണുങ്ങൾ എന്റെ അടുക്കളയിൽ കുത്തിരിക്കുന്നത് റഷീദ് കാണുന്നില്ല, അദൃശ്യമാണ്. അദൃശ്യമായ പെണ്ണുങ്ങളോട് റഷീദ് വിളിച്ചു പറയാണ്, ലേശം വെള്ളം കൊണ്ടുപോവോ എന്ന് വിളിച്ചു പറഞ്ഞാൽ ശിർക്ക്. കാരണം എന്താ? അദൃശ്യാണ്. പെണ്ണുങ്ങൾ അദൃശ്യാണല്ലോ. ജിന്നുകളും മലക്കുകളും ഏതായിരുന്നാലും അദൃശ്യാണ്. അപ്പോ പെണ്ണുങ്ങളോട് വിളിച്ചു പറഞ്ഞാൽ ശിർക്കായി. കാരണം എന്താ? അദൃശ്യാണ്. അദൃശ്യത്തിനുള്ളവരോട് എന്ത് പറഞ്ഞാലും ശിർക്കാകുന്നു എന്നതാണ് ഈ ചങ്ങായി ഇവിടെ ഇതിനു വേണ്ടി തീരുമാനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ മൂപ്പര് കണ്ടെത്തിയിട്ടുള്ള ന്യായം. ഇത് എവിടെന്നാ കിട്ടിയത്? ഇതാരാണ് പറഞ്ഞത്? ആരാണിത് പറഞ്ഞത്?
പിന്നെ മുപ്പരുടെ അഭിപ്രായമുണ്ട്, തേടുന്നത് ജിന്നിനോടാണെങ്കിൽ പ്രായപൂർത്തിയായവൻ തേടിയാൽ ആ സഹായാർത്ഥന ശിർക്കാണ്. നല്ല ഗംഭീരായിട്ടുണ്ട്. എന്താണെന്ന് അറിയോ? തേടുന്നത് ജിന്നിനോടാണ് എങ്കിൽ പ്രായപൂർത്തിയായവൻ തേടിയാൽ ആ സഹായാർത്ഥന ശിർക്കാകുന്നു. അപ്പൊ പ്രായപൂർത്തിയാകണതിന് അല്ലെ? ഏതായാലും ഫിഖ്ഹൊക്കെ റഷീദ് നല്ലോണം പഠിച്ചിട്ടെടുത്താ. പ്രായപൂർത്തി ആയാലേ ശരിയാവും, പ്രായപൂർത്തി ആയില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല എന്നൊക്കെയുള്ള വിവരം ഏതായിരുന്നാലും റഷീദിന് ഉണ്ടായത് ഏതായാലും നന്നായി. ഈ വിഷയത്തിലെങ്കിലും അവൻ അത് ഉണ്ടായാലോ, പ്രായപൂർത്തിയാകണം എന്ന് മനസ്സിലായി. അപ്പൊ ഈ പ്രായപൂർത്തിയായവൻ തേടിയാൽ, അപ്പൊ പ്രായപൂർത്തിയാകാത്തവൻ തേടിയാലോ ശിർക്കാവൂലേ? പ്രായപൂർത്തിയാകാത്തവൻ തേടിയാൽ ശിർക്കാവൂലേ? ഇതൊക്കെ അപ്പൊ എന്റെ വോയിസിലുള്ള ആകെപ്പാടെയുള്ള കാര്യം. ഇൻഷാ അല്ലാഹ് അതങ്ങോട്ട് പൊളിച്ച് പാപ്പറാക്കാൻ പോവുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, മേലെ 2 വീഡിയോ. ഒന്ന്, ആദ്യത്തെ വീഡിയോ എന്താ അറിയോ? നമ്മുടെ കഥാപുരുഷനായ ജ്യോതികർത്താവായ സാക്ഷാൽ റഷീദിന്റെ വിശ്വരൂപമാണ് നിങ്ങൾ അതിൽ കാണുന്നത്. ഇവൻ ആ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. എന്നിട്ട് അബ്ദുൽ ജബ്ബാർ മൗലവിയെ മുശ്രിക്കാക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ വോയിസ്, നമ്മുടെ ഗ്രൂപ്പിൽ അദ്ദേഹം ഇട്ടിട്ടുള്ള ചോദ്യത്തിൽ ഉന്നയിച്ചിട്ടുള്ള ചോദ്യമായി ഇട്ടിട്ടുള്ള ആ വോയിസ് നിങ്ങൾ നോക്കുക. ആ വോയിസിൽ മുപ്പര് പറഞ്ഞ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യ അഭൗതിക ജിന്ന് പിശാചുക്കളോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്ക് അല്ലാത്തതില്ല. ജിന്നിനോട് എന്ത് പറഞ്ഞാലും എന്തായി? ശിർക്കായി. കാരണം എന്താ? മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികവും അദൃശ്യവുമാണ്. അതുകൊണ്ട് ജിന്നിനോട് എന്ത് പറഞ്ഞാലും ശിർക്ക്. അതുകൊണ്ട് ജബ്ബാർ മൗലവി എഴുതിയതും ശിർക്ക്. ശിർക്കല്ലാത്തതൊന്നും ഉണ്ടാവൂല. അതാണ് ഇവിടെ മൂപ്പര് സ്ഥാപിച്ചിട്ടുള്ള അടിസ്ഥാനം. എന്നാൽ ഈ പറയുന്ന വീഡിയോയിൽ നിങ്ങളൊന്ന് ശരിക്കും ഒന്ന് ശ്രദ്ധിക്കാം. എന്ത് ചോദിച്ചാലും ശിർക്കാണോ ശിർക്കല്ലേ? എന്ത് ചോദിച്ചാലും എന്ന് പറയുമ്പോ നമുക്ക് അങ്ങനെ വ്യക്തമായി പറയാൻ പറ്റുമോ? ഒരുപാട് സഹാബികളുടെ ചരിത്രങ്ങളുണ്ട്, പല ചരിത്രങ്ങളുണ്ട്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവമുണ്ട്. അത് അപ്പൊ എന്ത് ചോദിച്ചാലും എന്നാണ് പറയാൻ പറ്റില്ല. എന്താ അത് വിശദീകരിക്കേണ്ടി വരും. ഇവിടെ ഇസ്തിഗാസയാണ് വിഷയം, ജിന്നുകളോടുള്ള സഹായത്തേട്ടമാണ് വിഷയം. കൊടുത്ത് ഒപ്പിട്ട് കൊടുത്തത് മനസ്സിലായി. അത് കഴിയട്ടെ ചർച്ച. എന്നിട്ട് പിന്നെ എന്ത് ചോദിച്ചാലും ശിർക്കാണോ ശിർക്കല്ലേ? എന്ത് ചോദിച്ചാലും എന്ന് പറയുമ്പോ നമുക്ക് അങ്ങനെ വ്യക്തമായി പറയാൻ പറ്റുമോ? ഒരുപാട് സഹാബികളുടെ ചരിത്രങ്ങളുണ്ട്, പല ചരിത്രങ്ങളുണ്ട്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവമുണ്ട്. അത് അപ്പൊ എന്ത് ചോദിച്ചാലും എന്നാണ് പറയാൻ പറ്റില്ല. എന്ത് അത് വിശദീകരിക്കേണ്ടി വരും. ഇവിടെ ഇസ്തിഗാസയാണ് വിഷയം. എന്ത് ചോദിച്ചാലും ശിർക്കാണെന്ന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, യാതൊന്നും പറഞ്ഞിട്ടില്ല. വ്യക്തമായി കേട്ടോളൂ. പിന്നെ എന്താ പല വിശേഷങ്ങൾ എല്ലാം കിട്ടുന്നുണ്ടോ? കുടുംബം കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ടോ? എന്താ ശരീരമൊക്കെ എങ്ങനെയുണ്ട്? എവിടെയെങ്കിലും വെയിലുണ്ട്? ഇങ്ങനെ പല ചോദിച്ചിട്ടുണ്ട്. അത് ശിർക്കാണോന്നല്ല ഇവിടെ തർക്കം. എന്ത് ചോദിച്ചാലും ശിർക്കാണെന്ന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, യാതൊന്നും പറഞ്ഞിട്ടില്ല. വ്യക്തമായി കേട്ടോളൂ. പിന്നെ എന്താ പല വിശേഷങ്ങൾ എല്ലാം കിട്ടുന്നുണ്ടോ? കുടുംബം കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ടോ? എന്താ ശരീരമൊക്കെ എങ്ങനെയുണ്ട്? എവിടെയെങ്കിലും വെയിലുണ്ട്? ഇങ്ങനെ പല ചോദിച്ചിട്ടുണ്ട്. അത് ശിർക്കാണോന്നല്ല ഇവിടെ തർക്കം. ജിന്നിലോട്ട് വേണം. എന്തെങ്കിലും എന്ത് ചോദിച്ചാലും ശിർക്കാണോന്നാണോ ഞാൻ ഇവിടെ ഈ കണ്ട നേരം ഈ കണ്ട മാസങ്ങളോട് ഇവിടെ ചർച്ച ചെയ്തതും ഏറ്റവും ഫത്വ അതാണോ? ജിന്നുകളോട് എന്ത് ചോദിച്ചാലും ശിർക്കാണെന്നാണോ? നല്ല തോർത്തെ. എന്താണ് അതിൽ പറയുന്നത്? അതിന് മുമ്പ് പറയുന്നു എന്ത് ചോദിച്ചാലും ശിർക്ക് എന്ന് പറയാൻ പറ്റില്ല. കേട്ടാ, ശരിക്കും ശ്രദ്ധിച്ചോണം. എന്ത് ചോദിച്ചാലും ശിർക്ക് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചോദിച്ചാലും ശിർക്ക് എന്ന് പറയാൻ പറ്റാത്തത് എന്താണ്? മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമാണ് ജിന്ന് എങ്കിൽ എന്ത് ചോദിച്ചാലും ശിർക്കാകണ്ടേ? എന്ത് ചോദിച്ചാലും ശിർക്കാവൂല എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം എന്താണ്? ഇസ്തിഗാസയാണ് ഇവിടെ വിഷയം, സഹായതേട്ടമാണ് വിഷയം. അപ്പൊ ജിന്നിനോട് സഹായതേട്ടം നടത്തുക, ഇസ്തിഗാസ എന്ന് പറഞ്ഞ സംഗതി നടത്തല്, അതാണ് പ്രശ്നം. അല്ലാതെ ജിന്നിനോട് എന്ത് ചോദിക്കലും അല്ല. പിന്നെയോ തെളിവും മൂപ്പര് പറഞ്ഞു എന്ത് ചോദിച്ചാലും ശിർക്കാകുമില്ല. കാരണം എന്താണ്? സഹാബിമാരിൽ ചരിത്രങ്ങളിലുണ്ട്, സഹാബിമാര് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സാക്ഷാൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ചോദിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നിനോട് പലതും ചോദിച്ചിട്ടുണ്ട്, പലതും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും എന്തല്ല? പ്രാർത്ഥനയല്ല, ഇസ്തിഗാസയുമല്ല, കേവലം ചോദ്യമാണ്. അതെങ്ങനെ ചോദ്യമായത്? അദൃശ്യവും അബോധ്യവുമായ ജിന്ന് അവിടെ എന്തേ അത് ആ ചോദ്യങ്ങളൊന്നും ശിർക്കും കുഫറും ആകാത്തത്? ഇവിടെ നിങ്ങൾ എന്താ പറഞ്ഞത്? അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് എന്ത് പറഞ്ഞാലും ശിർക്കാണ് ഇവിടെ നിങ്ങൾ പറഞ്ഞത് അല്ലേ? അപ്പൊ ഇത് തന്നെയാണ് വൈരുദ്ധ്യത്തിന്റെ കലവറ എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നെ എന്തൊക്കെ ചോദിക്കാൻ പറ്റിയ? പെണ്ണിനും കുട്ടികൾക്കൊക്കെ സുഖം തന്നെ അല്ലേ? എന്തൊക്കെയാണ് വർത്താനം? ശരീരമൊക്കെ നല്ലോണം തന്നെ അല്ലേ? ശരീരമൊക്കെ എങ്ങനെ ഉണ്ട്? ശരീരത്തിന്റെ കാര്യത്തിൽ ഭയങ്കര താല്പര്യമാണ് ആർക്ക്? റഷീദിന്. അപ്പൊ ജിന്നിനെ കണ്ടാലും എന്താണ്? ശരീരമൊക്കെ നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ ശിർക്കല്ല. പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും നല്ലോണം സുഖം തന്നെ അല്ലേ എന്ന് ചോദിച്ചാലും ശിർക്കാവൂല. ആരോട്? മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അബുദ്ധിയുമായ ജിന്നിനോട് ഇതൊക്കെ ചോദിക്കാം. അതൊന്നുമില്ല, എന്തില്ല? അവിടെ ഒന്നും ശിർക്കിന്റെയോ കുഫറിന്റെയോ പ്രശ്നം ഇല്ല. പിന്നെ എങ്ങനെ ജബ്ബാർ മൗലവി മുശ്രിക്കായത്? ജബ്ബാർ മൗലവി അങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ.
പിന്നെ എങ്ങനെ ജബ്ബാർ മൗലവി ശിർക്കായത്? അദ്ദേഹത്തിന്റെ മാത്രം എങ്ങനെ ശിർക്കായത്? ഒരു വെളിച്ചം തരാമോ എന്ന് ചോദിച്ചപ്പോ എങ്ങനെ ശിർക്കായത്? ഒരു വെളിച്ചം തരാമോ എന്ന് ചോദിച്ചപ്പോ എങ്ങനെ പ്രാർത്ഥനയായത്? അതെങ്ങനെ ശിർക്കായത്? എന്താണ് അതിന്റെ മാനദണ്ഡം? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഓരോരോ സ്ഥലത്ത് ഓരോരോ ന്യായമാണ്, മനസ്സിലായി? ഖുറാഫികളുടെ മുമ്പിൽ കുടുങ്ങിയാൽ അവിടെ ഒരു ന്യായം, തൊട്ടിപ്പുറത്ത് കുടുങ്ങിയാൽ ഇവിടെ വേറെ ന്യായം, അപ്പുറത്ത് കുടുങ്ങിയാൽ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ മുമ്പിൽ കുടുങ്ങിയാൽ വേറൊരു നിയമം. ഇതാണ്. അതല്ലേ നമ്മൾ ഹനീഫ് കായക്കൊടി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഹനീഫ് കായക്കൊടിയുടെ തൊട്ടതായുള്ള നോക്കുക. ഇതാണ് നമ്മൾ ഹനീഫ് കായക്കൊടി. ഇയാളാരാന്നറിയോ? കേരള ജമിയത്തുൽ ഉലമയുടെ മഹാനായ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ വാപ്പ അബൂബക്കർ മൗലവി നല്ലൊരു മനുഷ്യനാ. ജീവിതത്തിൽ യാതൊരു കുരുത്തക്കേടും ഇല്ലാതെ ഒരു ഏകദേശം 90 വയസ്സുകാലം നല്ല ആരോഗ്യത്തിൽ ജീവിച്ചിട്ടുള്ള ഒരു മഹാനായ മനുഷ്യൻ, നല്ല ആലിമായ മനുഷ്യൻ. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മേപ്പൂർ കോളേജിൽ ഒരു വർഷക്കാലം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ആലിമാണ്. ഞാൻ ഒരുപാട് ഇൽമ അദ്ദേഹത്തിന് സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തിന് വേറൊരു അനുജനുണ്ടായിരുന്നു, മരിച്ചുപോയി. വല്ല നീളമുള്ള താടിയുള്ള നല്ലൊരു മനുഷ്യൻ, നല്ല പത്തരമാറ്റുള്ള മനുഷ്യൻ. ആ അനുജനെയും ആ വാപ്പാനെയും കണ്ടു കഴിഞ്ഞാൽ ഇവന്റെ കാര്യം പിന്നെ എടുക്കാനില്ല. ഇവൻ പറഞ്ഞ നിങ്ങൾ നോക്കി പച്ച എന്നാണ് പറഞ്ഞു നോക്കി നിങ്ങൾ. നേരത്തെ നമ്മൾ റഷീദ് പറഞ്ഞില്ലേ? റഷീദ് പറഞ്ഞ എന്താണ്? ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് തേടാമെന്നോ തേടണമെന്നോ തേടേണ്ടതാണെന്നോ ഒന്നും വാദം ഇല്ല, അത് ശരിയാണ് എന്ന് റഷീദ് പറഞ്ഞില്ലേ? തൊട്ട് തായങ്ങൾ നോക്കി എന്താണ് നമ്മൾ ഹനീഫ് കായക്കൊടി പറഞ്ഞത്? തേടാമെന്ന് ഉണ്ടെന്നോ? തേടാമെന്ന് തന്നെയാണ് വാദം. ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് തേടാമെന്ന് വാദമുണ്ടോ എന്ന് മുപ്പരെയാണ് ചോദിച്ചിട്ട് തേടാമെന്ന് തന്നെയാണ് വാദം. തേടാന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടോ? തേടാന്ന് വാദം ഉണ്ടോ എന്നാണ്. ശരിക്കും തേടാന്ന് തന്നെയാ വാദം. വേണ്ട. അപ്പൊ റഷീദ് ഒരു വകുപ്പിലും ഹനീഫ കായക്കൊടി എന്ന് പറയുന്ന മഹാനായ ജനറൽ സെക്രട്ടറി വേറൊരു തട്ടിലും. ഈ വൈരുദ്ധ്യം എന്തൊരു വൈരുദ്ധ്യമാണ്! നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ കഴിയില്ലടാ. അതിനുള്ള ചങ്കുറപ്പ് നിങ്ങൾക്കില്ല, അതിനുള്ള നട്ടെല്ല് നിങ്ങളുടെ കയ്യിലില്ല. കാരണം എന്താ? നിങ്ങൾ ടോട്ടലി എന്താണ് ഫാൾസാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കളവ് മാത്രം പറഞ്ഞിട്ട് കളവിന്റെ മുകളിൽ ജനിക്കുകയും കളവിന്റെ മുകളിൽ ഉണ്ടാവുകയും ചെയ്തവരാണ് നിങ്ങൾ ടോട്ടലി വൈരുദ്ധ്യമല്ല, നിങ്ങളുടെ വായിൽ നിന്നൊന്നും ഉണ്ടാവൂല. ഇനി തൊട്ട് താഴത്ത് നിങ്ങൾ നോക്ക്. തൊട്ട് താഴത്ത് ഹനീഫ് കായക്കൊടി കുടിക്കുമ്പോൾ പറഞ്ഞ എന്താ? ഞാൻ നേരത്തെ ക്ലിപ്പാണത്. എന്താ പറയുന്നത്? ഖുറാഫിയുടെ മുമ്പ് കുടിയപ്പോൾ മുമ്പ് പറയാ, സാഹിർ ജിന്നിനെ ഉപയോഗപ്പെടുത്തി ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കൽ ശിർക്കല്ല. ജിന്ന് ഉപദ്രവിക്കുമെന്ന് വിശ്വസിക്കൽ ശിർക്കല്ല. എങ്ങനെ ഉപദ്രവിക്കാം? ജിന്നിനെ ഉപയോഗപ്പെടുത്താം. സാഹിർ ഉപയോഗപ്പെടുത്തണം എന്താ? ജിന്നിനോട് പറയണം, അപ്പൊ ജിന്ന് കേൾക്കണം, ജിന്ന് അനുസരിക്കണം, ജിന്നവന്റെ സാഹിറിന്റെ ഉപദേശങ്ങൾ കേട്ട് മനസ്സിലാക്കി ഉപദ്രവം ഉണ്ടാക്കണം, എന്നിട്ട് ഏൽപ്പിക്കണം. അതൊന്നും എന്തല്ല? ശിർക്കല്ല. ആരവാദം? അങ്ങനെ വിശ്വസിക്കൽ ശിർക്കല്ല. ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു. അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു. അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. ഇതേ വാദം തന്നെയാണോ റഷീദിനുള്ളത്? ആണോ റഷീദെ? നീ നേരത്തെ പറഞ്ഞത് എന്താ? മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് എന്ത് ചോദിച്ചാലും ശിർക്ക് എന്നാണ്. അപ്പൊ കാഹിനി ചെയ്യുന്ന പണി, അങ്ങനെ കാഹിനി ചെയ്യാമെന്നും ചെയ്യുമെന്നും ജിന്ന് പ്രതികരിക്കുമെന്നും എന്നെ ഉപദ്രവിക്കുമെന്നും ഒന്നും വിശ്വസിച്ചാൽ ശിർക്കാവൂല. വിശ്വാസത്തിലൊരു ശിർക്കേ ഇല്ല. ഇതാണ് നിങ്ങളുടെ നിങ്ങൾ അകപ്പെട്ട് കിടക്കുന്ന അഗാധ ഗർത്തത്തിന്റെ ആഴം എത്ര ഉണ്ട് എന്നുള്ളത് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും. അതെ, ലേശം ചോറ് നിന്ന മനുഷ്യന്മാർക്കൊക്കെ നിങ്ങൾ ഈ ചെയ്യുന്നതും നിങ്ങൾ ഈ പറയുന്നതുമായ കാര്യങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ലാന്നും പാച്ച കളവ് മാത്രമാണ് ഈ കാലം വരെ നിങ്ങൾ ഇവിടെ പറഞ്ഞു തന്നു. ഇവിടെ പകൽ വെളിച്ചം പോലെ വ്യക്തമായിരിക്കണം. അത് വ്യക്തമാക്കാൻ കിട്ടിയൊരു ചാൻസ് ആണിത്. നിങ്ങൾ ഊരവെടുപ്പ് നിൽക്കാൻ പാടില്ല. കേരളത്തിൽ ഇതും പറഞ്ഞിട്ട് നിങ്ങൾ നടക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇത് ബുദ്ധിയുള്ള ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. ഇപ്പം തന്നെ നേരത്തെ വോയിസുകളൊക്കെ നേരത്തെ ഉണ്ടാക്കിയില്ലാതെ ഏകദേശം 10,000 ആളിലേക്ക് എത്തിക്കഴിഞ്ഞു. മനസ്സിലായില്ലേ? അതന്നെ ഞങ്ങളുടെ ഉദ്ദേശം. ഇതെന്തെങ്കിലും പൊളിച്ചടക്ക തന്നെയാണ്. ഈ മാതിരി നെറികെട്ട വർത്താനം ഇനി മേലിൽ നിങ്ങൾ ഇവിടെ പറയരുത്. മനസ്സിലായില്ലേ? ഈ ചോദ്യമായിട്ട് ഇനി മേലിൽ ഒരു ഗ്രൂപ്പിൽ ഈ റഷീദിനെ പോലുള്ള ആൾക്കാർ പോകരുത്. അതന്നെ ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ കിട്ടിയ വാർത്ത ഇതാണ്. ഇപ്പോൾ കിട്ടിയ വാർത്ത കേട്ട് നോക്കി, നിങ്ങൾ വായിച്ചു നോക്കിതാ. ഇവൻ തനിച്ച മാനസിക രോഗി എന്നുള്ള വല്ല തെളിവിന് ആവശ്യമുണ്ടാ. നോക്കിതാ, അബ്ദുൾ റഷീദ് കുറ്റിപ്പുറം എന്ന പേരിൽ മൂപ്പരെ ഫോൺ നമ്പർ വെച്ചിട്ട് മുമ്പ് എഴുതുക. എന്താ? വിസ്ഡം വിഭാഗം ജിന്നുകളോർ പ്രാർത്ഥിക്കുന്നവരാണ് എന്നും അങ്ങനെ നിങ്ങളെ പറ്റി വിധി പറയാമെന്നും 2012 ഇതാണ്. ഇവനെ ശരിക്കും കുതിരവട്ടത്ത് കൊണ്ടുപോയിട്ടും കാര്യമില്ല, ഊളംപാറയിൽ അയച്ചിട്ടും കാര്യമില്ല, എവിടെ അയച്ചിട്ടും കാര്യമില്ല. അമേരിക്കയിലൊക്കെ പല ചികിത്സ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് ആക്കാന്നല്ലാതെ ഈ ചങ്ങായി ഇവനോടൊക്കെ നമ്മൾ മറുപടി പറഞ്ഞ നമ്മൾക്കാണ് വിരാന്ത്. ഇത്രയും കാര്യം നേരത്തെ ഈ ചങ്ങായി പറഞ്ഞില്ലേ, ജബ്ബാർ മൗലവിക്ക് അങ്ങനെ വാദമല്ല, അത് നമ്മൾ സമ്മതിക്കുന്നു ഒക്കെ പറഞ്ഞ ഞാൻ വീണ്ടും എഴുതി വിടുന്നു. ഇവരെന്താണ് ഈ സൂട്ടേട്? ഒരു വിഭാഗത്തിനുള്ള എതിർപ്പും വിരോധവും ഇത്രമാത്രം മനുഷ്യനെ അധപതിപ്പിക്കാൻ പറ്റുമോ?
ഇപ്പൊ ഞാൻ വിസ്തരത്തിനെ അനുകൂലിക്കുന്ന ആള്, ഞാൻ വിസ്തരത്തിനെ അതിനിശ്ചിതമായി വിമർശിക്കുന്നതാണ് പല വിഷയത്തിലും. പക്ഷെ അവർക്ക് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ് വിമർശിക്കുന്ന ശരിയുണ്ടോ? ഇതൊരു എന്ത് മാന്യതാണോ ഇത്? ഇതൊക്കെ അന്തസ്സാ. കിടക്കട്ടെ, അതും കൂടി കിടക്കട്ടെ, ആൾക്കാർ അറിയട്ടെ. ആ ഗ്രൂപ്പ് എങ്ങനെയാണെന്നുള്ളത് നിഷാബ് എനിക്കിപ്പോൾ പഠിപ്പിച്ചേട്ടെ. കുറച്ച് കാലമായിട്ട് ഞാൻ അതിലുണ്ടല്ലോ, നിങ്ങൾ ഇക്കറ ഗ്രൂപ്പിലുണ്ട്, ഇപ്പം നിങ്ങളുള്ള ഇതിലുണ്ട്. അവിടെ എന്താ നടക്കണമെന്നുള്ളത് ശരിക്കും കേട്ട് മനസ്സിലാക്കുന്ന ശ്രോതാവാണ് ഞാൻ. ഒന്നാം തരം നിങ്ങൾക്ക് നിങ്ങളെ അവസരവാദത്തിനനുസരിച്ച് നിങ്ങൾ ഗ്രൂപ്പ് എന്ത് ചെയ്യും, എല്ലാ ക്ലിപ്പുകളും കട്ടുമുറിച്ചിട്ട് അല്ലെങ്കിൽ 6 സെക്കൻഡുള്ള ക്ലിപ്പുകളുണ്ട്. അതാണ് ഒരു വിഷയം. ഇതൊരു പണ്ഡിതോചിതാണ് നിഷാബെ. ഒന്നില്ലെങ്കിൽ നാളെ അള്ളാഹിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കൽ തന്നെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് നമ്മളല്ലല്ലോ മറുപടി പറയേണ്ടത്. നമ്മളൊരു ക്ലിപ്പ് ഇട്ടു, ക്ലിപ്പ് കട്ട് 1 മിനിറ്റ് ഉള്ള ക്ലിപ്പ് എടുത്തു, അല്ലെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തു, ഇങ്ങനെ കിട്ടും, ആയിക്കോട്ടെ. അതിന്റെ അപ്പുറത്ത് അങ്ങനല്ല, അപ്പുറത്ത് ഇങ്ങനല്ല, ഒലിട്ടോട്ടേന്ന്. നിങ്ങൾ ഇട്ടോളിയടാ, നിങ്ങൾക്ക് എന്താ പണി? നിങ്ങൾ കട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ഇട്, എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇതൊക്കെ നിങ്ങൾ പകൽ വെളിച്ചം പോലെ ഇവിടെ പറഞ്ഞതും വ്യക്തമായതുമായ കാര്യങ്ങളാണ് ചങ്ങായിമാരെ. നിങ്ങൾ വീഡിയോ ക്ലിപ്പ് ആവശ്യമില്ല. നിങ്ങൾ സത്യധാരയ്ക്ക് കൊടുത്തില്ലേ, അഭിമുഖം കൊടുത്തില്ലേ, TP അബ്ദുൽ ഖാദിർ മദനി അഭിമുഖം കൊടുത്തില്ലേ? അതിലുണ്ടല്ലോ ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ചെറുക്കൽ അല്ലാന്ന് വാദിച്ചെന്ന് അല്ലേ? ജക്കരിയ സലാഹിനെ പുറത്താക്കിയപ്പോൾ പറഞ്ഞില്ലേ ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ചെറുക്കാവില്ല എന്ന് വാദമുള്ളതുകൊണ്ടാണ്. നിങ്ങൾ എഴുതിയിട്ടില്ലേ? പ്രൊഫസർ അബ്ദു സമ്മേളനത്തിന് സോമനീറിൽ എഴുതിയിട്ടില്ലേ? പിന്നെ അതുപോലെ തന്നെ പ്രബോധനം കൊടുത്തുള്ള അഭിമുഖത്തിൽ ഇയാൾ പറഞ്ഞിട്ടില്ലേ? ഇങ്ങനെ എത്ര സ്ഥലത്ത്, 1, 2, 3 സ്ഥലത്ത് എഴുതിയത്, രേഖപ്പെടുത്തിയത്, നിങ്ങളെ പ്രസിദ്ധീകരണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പച്ച നുണ മുഴുവൻ എഴുതി. അതൊക്കെ ഞാൻ വേണം കൊണ്ടുവരാ. അതിനൊന്നും ആവശ്യപ്പെടില്ല, അത്യാവശ്യം നമ്മൾ തരാം. അതുകൊണ്ട് ഞങ്ങൾ ഇട്ട ക്ലിപ്പ് മോശമാണെങ്കിൽ അപ്പുറത്തും കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ടും കൂടെ കട്ട് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാം. ആ പറഞ്ഞാൽ അങ്ങനെ അല്ലെങ്കിൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കണമെന്ന് വാദമുണ്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ അതിന്റെ അപ്പുറത്തേക്ക് വേറെ ആവശ്യമുണ്ടാ? വാദമുണ്ട് എന്ന് പറഞ്ഞാൽ വാദമുണ്ട് എന്ന് മനസ്സിലാക്കുന്നല്ലേ? 1 സെക്കൻഡ് ക്ലിപ്പ് മതിയാണ്. അതിന്റെ അപ്പുറത്തേക്ക് ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇതൊരു വലിയ ജനറൽ സെക്രട്ടറിയാണത്. കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ആയി ഇരിക്കുന്ന ഒരുത്തനാണ് ഈ ചെയ്യുന്നത് ഈ മാതിരി നെറികെട്ട പരിപാടി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വാപ്പാന്റെ കഥ, നല്ലൊരു മനുഷ്യൻ റഹിമഹുല്ല റഹ്മത്തൻ വാസിയ, അങ്ങനെയുള്ള വാപ്പാനെ പറയിപ്പിക്കേണ്ട മക്കളാണ് ഇതൊക്കെ. വേറെന്താ ഇതിനെപ്പറ്റി പറയാ? തേടാന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടോ? തേടാന്ന് വാദം ഉണ്ടോ എന്നാണ്. ശരിക്ക് തേടാന്ന് തന്നെയാ വാദം. തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ വിഷയം പറഞ്ഞതിന് ശേഷം തുഹ്ഫത്തുൽ ദാക്കിരീൻ ഉദ്ധരിക്കുന്നുണ്ട്. ഇതുപോലെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും മലക്കുകളോടും ജിന്നുകളോടും സഹായാഭ്യർത്ഥന നടത്താമെന്ന് തുഹ്ഫത്തുൽ ദാക്കിരീനിൽ ഷൗക്കാനി പറഞ്ഞതും ഇത് തന്നെയാണ്. ഷൗക്കാനി എന്താ പറഞ്ഞത്? അനുവദനീയാണ്. അപ്പോ കട്ടുമുറിച്ച ക്ലിപ്പ് അല്ലാന്ന് ഇപ്പൊ ഏകദേശം മനസ്സിലായല്ലോ. ഹനീഫിന്റെ ക്ലിപ്പേ 8 സെക്കൻഡേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോ കുതൂഹലം ഉണ്ടാക്കിയല്ലോ. അതിന്റെ പിന്നെ ഏകദേശം ഫുൾ രൂപ കിട്ടിയില്ലേ? അതിനെന്താ ഇയാൾ പറയണത്? ചോദിക്കാൻ തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടോ? തേടാന്ന് വാദമുണ്ടോ എന്നാ ആരോ ചോദിക്കണ്ടാവും. ജബ്ബാർ മൗലവിക്ക് തേടാമെന്ന് വാദമുണ്ടോ? തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് എന്താ ഉത്തരം പറയാൻ? ശരിക്ക് തേടാമെന്ന് തന്നെയാണ് വാദം. അപ്പൊ ജബ്ബാർ മൗലവിക്ക് തേടാമെന്ന് വാദമുണ്ട് എന്നായി. എന്നിട്ടോ ഇവിടെ നമ്മൾ പ്രത്യേകമായൊരു പോയിന്റ് മനസ്സിലാക്കണം. ജബ്ബാർ മൗലവിയുടെ 2007 ഏപ്രിൽ മാസത്തിലെ പിന്നെ ഇസ്ലാഹ് ലേഖനമായിരുന്നു ഇക്കാലം വരെ എന്ത് ചെയ്തത്. ഇന്നും അന്നും എന്താണ് ചെയ്തത്? ആ ലേഖനം എടുത്തിട്ട് ആ തേടാമെന്ന് വാദമുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അനീഫ അത് തൊടാത്ത എന്താ ഇതിനകത്ത്? അതെന്താ തൊടാതെ പോയത്? എന്നിട്ട് ആ ലേഖനത്തിൽ അത് തെളിയിക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ ഈ ചങ്ങായി എന്താ ചെയ്തത്? കള്ളൻ തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന ജബ്ബാർ മൗലവിയുടെ കിതാബ് വെച്ചു. എന്നിട്ട് അതിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. എന്താണ് അതിലുള്ളത്? ഇതുപോലെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും പിന്നെന്താണ്, മലക്കുകളോടും ജിന്നുകളോടും സഹായം അഭ്യർത്ഥന നടത്താമെന്ന് തുഹ്ഫത്തുൽ ദാക്കിരീനിൽ ഷൗക്കാനി പറഞ്ഞതും ഇത് തന്നെയാണ്. അങ്ങനെയുള്ള വാചകം ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഷൗക്കാനിക്ക് അങ്ങനെ വീക്ഷണം ഉണ്ട്, ജബ്ബാർ മൗലവിക്ക് അതിനുണ്ട് എന്നതിന്റെ അർത്ഥം എന്താ? ജബ്ബാർ മൗലവിക്ക് അതുണ്ട് എന്നർത്ഥണ്ടോ? അങ്ങനെ വേറെയും പല ആൾക്കാർക്കുണ്ടേ. ഇവിടെ ഈ തർക്കത്തിൽ പ്രധാനമായും ഇവിടെ സംഭവിച്ചു പോയിട്ടുള്ള വലിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാം? അത് എല്ലാവർക്കും പറ്റിയ പെശകാണ്. തുടക്കം മുതലേ ഇതൊരു ഇത് ഞാൻ ഈ പറയുന്ന പോയിന്റ് കൃത്യമായി എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. എന്താണെന്നറിയാം? ഈ വിഷയത്തില് ഒന്നാമത്തെ പ്രശ്നം എന്താ വെച്ചാല് ജിന്നിനോടുള്ള സഹായാർത്ഥന എന്ന് പറയുന്ന വിഷയം ഒരു കോമൺ ആയ വിഷയമായി എവിടെയും ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ കോമൺ ആയിട്ടില്ല. അത് പ്രധാനമായും ചർച്ച ചെയ്ത ഏത് വിഷയത്തിലാണ്? പിന്നെ മരുഭൂമിയിൽ ഒറ്റപ്പെടുന്ന ഒരാൾക്ക് യാ ഇബാദല്ലാഹീനൂനി എന്ന് പറയുക, അഗീസൂനി എന്ന് പറയുന്ന ഹദീസുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ റുഖിയയുടെ സമയത്ത് ജിന്നിളകുമ്പോൾ അതിനോട് പറയുന്ന കാര്യം, അതിനോട് സഹായം തേടുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ട് സഹായം തേടുന്ന വിഷയവുമാണ് ജിന്നുള്ള ഇസ്തിയാനം എന്നുള്ള വിഷയമില്ല. യഥാർത്ഥത്തിൽ അത് മുമ്പേ ഒന്നും യഥാർത്ഥത്തിൽ കൃത്യമായി ജനങ്ങൾ ബോധ്യപ്പെടുത്തിയില്ല. ജനങ്ങൾ മുമ്പിൽ ഒരു കോമൺ വിഷയമായിട്ട് അവതരിപ്പിച്ചു. എന്ത്? ജിന്നിനോടുള്ള സഹായം തേടാൻ പറ്റില്ലേ എന്നതാണ് ഇവിടുത്തെ ഒരു വിഷയം എന്ന നിലക്ക് എന്ത് ചെയ്തു? അത് പർവ്വതീകരിച്ച് അവതരിപ്പിച്ചു. എന്നാൽ ഈ ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് ഉള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ നമ്മൾക്ക് കഴിഞ്ഞില്ല.
നമ്മൾ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ ആരോപണത്തെ നേരിട്ടവരായ ആൾക്ക് കഴിഞ്ഞില്ല. എന്താണ് അവിടുത്തെ വിഷയം? അതാണ് തുഹഫത്ത് താക്കിരീനിൽ പറയുന്ന കാര്യം. തുഹഫത്ത് താക്കിരീനിൽ ഇമാം ഷൗക്കാനി അങ്ങനെ ജിന്നുകൾക്ക് കഴിയുന്ന കാര്യമാണെങ്കിൽ തേടാം, ജായിസാണ് എന്ന നിലക്ക് എന്നെ യജൂസു എന്ന് തന്നെ പ്രയോഗിച്ചിട്ട് അദ്ദേഹം അത് പറയാൻ നമുക്ക് പേടി. അങ്ങനെ പറയുമ്പോൾ ഇവർ തെളിവാക്കി എന്ന് പറയും. ഇത് ജിന്നിനോട് തേടുന്നവരാണ്, തേടാൻ തെളിവാക്കി എന്നുള്ള മറുഭാഗത്തിന്റെ അടി കിട്ടുമെന്ന് ബേജാറായിട്ട് എന്തില്ല മിണ്ടിയില്ല. അത് സംഘടനാപരമായ തർക്കത്തിന്റെ ഒരു മർമ്മപ്രധാനമായ വിഷയമാണ്. സംഘടനാപരമായ വിഷയം ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ അതിനെ തെളി പിടിക്കുന്നവരാണ് എന്ന് വാദിക്കും. ഇപ്പൊ അനീഫ തെളി പിടിച്ചാണല്ലേ, ജബ്ബാർ മൗലവി തെളി പിടിച്ചാലല്ലോ. ജിന്നിനോട് തേടാമെന്നതിന് തെളിവായിക്കൊണ്ടല്ല അദ്ദേഹം അത് പറഞ്ഞത്. ഷൗക്കാനിയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെ ഷൗക്കാനി മാത്രമല്ല പറഞ്ഞത്, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടില്ലേ, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടില്ലേ, മുബാഹായ കാര്യത്തിൽ ജിന്നോട് സഹായം തേടാം, ജായിസാണെന്ന് പറഞ്ഞില്ലേ. മുഖ്ബിലുൽ ഹാദി അൽ വാദഈ റഹിമഹുല്ലാഹ് പറഞ്ഞില്ലേ. അങ്ങനെ എത്ര ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എന്താ ഇവർക്കൊന്നും ശിർക്ക് ആരോപിക്കാത്തെന്നാല്? അപ്പൊ ഇങ്ങനെ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ഈ ഭാഗത്തു നിന്ന് അങ്ങോട്ട് പറയാൻ കഴിഞ്ഞില്ല. കാരണം പേടി, അങ്ങനെ തെളിവ് ഉദ്ധരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വാദമുണ്ട് എന്ന് വരും എന്നുള്ള പേടി കൊണ്ട് മിണ്ടിയില്ല. അതുകൊണ്ട് ജനങ്ങൾ ആ വിഷയം പഠിച്ചതുമില്ല. ജനങ്ങൾ ഒരു വൈകാരികമായ വിഷയത്തിൽ ഇതെടുത്തു. പിന്നെ സംഘടനയെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ഒരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോയി. രണ്ടു കൂട്ടരും സംഘടനയെ പ്രൊട്ടക്ട് ചെയ്യണം. എങ്ങനെയെങ്കിലും നമ്മൾ തൽക്കാലം പറയാതിരിക്കാൻ, നമുക്ക് പറയാതിരിക്കാൻ നല്ലത്, പറഞ്ഞാൽ നമ്മൾ കുടുങ്ങും എന്നുള്ള ഒരു വിഭാഗം ഇവിടെ. മറ്റൊരാൾക്കാരോ ഭയങ്കരമായ ആരോപണങ്ങൾ ഇടുകയും ചെയ്തു. അതോടുകൂടി സംഭവം യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത് എന്താന്നുള്ളത് നിലാവെളിച്ചത്ത് വലിച്ചെറിഞ്ഞ കോയിന്റെ മാതിരിയായി. എങ്ങോട്ടാ പോകേണ്ടത്, എന്താ ചെയ്യേണ്ടത് പിടുത്തം കിട്ടാത്ത അവസ്ഥ നമ്മൾ ആളുകൾക്ക് വന്നുപോയി എന്നുള്ളതാണ് ഏറ്റവും ഒരു തിരിച്ചടിയാണ്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം. ഹക്ക് ഉള്ളതുപോലെ പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ വലിയൊരു വിഷയം ഇതിന്റെ തുടക്കം മുതലേ സംഭവിച്ചു പോയിട്ടുണ്ട്. ഇനി അതായിരുന്നാലും ഇപ്പൊ നമുക്ക് ഇപ്പൊ അത് തിരുത്താൻ പറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ആളുകൾക്ക് ഏകദേശം അതിന്റെ ഇൽത്തിവാസം മാറുകയും ചെയ്തു എന്നുള്ളതാണ് ശരി. അപ്പോൾ ഹക്കിനെ ഹക്കായി മനസ്സിലാക്കി ഉൾക്കൊള്ളുക എന്നതാണ് പ്രധാനം. എന്ന് വെച്ചാൽ ജിന്നോട് തേടാമെന്ന് പിന്നെ നമുക്ക് വാദമുണ്ടെന്ന് അല്ലേ അതിന്റെ അർത്ഥം. പണ്ഡിത ലോകത്ത് അങ്ങനെയൊക്കെ അഭിപ്രായം നടന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരാളെ മുശ്രിക്ക് കാഫിറാക്കാൻ ആർക്കും അവകാശമല്ല. അങ്ങനെ ആക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പ്രശ്നമാവും. ജബ്ബാർ മൗലവിക്ക് മാത്രം ബാധകമാവുന്ന വിഷയം. ജബ്ബാർ മൗലവി ഒന്നും പറഞ്ഞിട്ടില്ല, വേറെ വിഷയം. ജായിസാന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഈ ആരോപിക്കുന്നവരായ ആളുകൾ ആരൊക്കെ പേരിൽ, ശൈഖുൽ ഇസ്ലാമിന്റെ പേരിൽ ആരോപിക്കോ കാഫറാണ് മുശ്രിക്കാന്ന് പറയോ, മുഖ്ബിലുൽ ഹാദി വാദഈനെ പറ്റി പറയോ, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹയെ പറ്റി പറയോ, അങ്ങനെ ആ വാദങ്ങളുള്ള ആ ആശയം പറഞ്ഞവരായ ആളുകളെയൊക്കെ മുശ്രിക്കാന്ന് പറയോ? വലിയ ഗുരുതരമായ കാര്യമല്ലേ ഇത്? എന്തുമാത്രം വലിയ അക്രമമാണ്. ഇവരൊക്കെ മുശ്രിക്കായി കഴിഞ്ഞാൽ പിന്നെ ആരാ മുശ്രിക്കല്ലാത്ത മുവഹിദീങ്ങൾ ലോകത്തുണ്ടാകുക? ഒരു മസലയെ പറ്റി അഭിപ്രായം പറയുമ്പോൾ മുശ്രിക്ക് കാഫർ എന്ന് പറയുന്ന ഈ വൃത്തികെട്ട നിലപാട് ഇവിടെ ഉണ്ടാക്കിയത് ഈ കേന്ദ്രത്തിന്റെ ആൾക്കാരാണ്. ഓരോ സംഘടന സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, വേറെ ആൾക്കാരെ കുതിര കയറാൻ വേണ്ടിയിട്ട്. അത് എല്ലാവരും മനസ്സിലാക്കണം. ഇനി നാളെ ഇൻഷാ അല്ലാഹ് ഇസ്ലാഹ് വിശദീകരിക്കലാണ്. എന്താണ് ഇസ്ലാഹിൽ പറഞ്ഞിട്ടുള്ള കാര്യം അത് കംപ്ലീറ്റ് ആയിട്ട് വിശദീകരിക്കും. ബാറക്കല്ലാഹു ഫീക്കും അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.